സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം ഈശ്വര ഗുരുരാത്മീ വ്യക്തദേഹായ ഒരു പരമ്പര സ്മരിച്ചുകൊണ്ട് മാണ്ഡവ്യോപനിഷത്ത്. ഓമിത്യേദക്ഷിണമിദം സർവം തസ്യോപം വ്യാഖ്യാനം കൃതം ഭവദ്ഭവിഷ്യതി സർവമോംകാര ഏവ യച്ചാന്യത്ര കാലാതീതം തദപ്യോംകാര ഏവ. സർവം ഹേതദ്ബ്രഹ്മായമാത്മാ ബ്രഹ്മ സ്വയമാത്മാ ചതുഷ്പാദ. വിദിതസ്ഥാനോ ബഹി പ്രജ്ഞസപ്താംഗൈകോനവിംശതിമുഖസ്ഥലഭഗ്വൈശ്വാനര പ്രഥമപാദഃ. സ്വപ്നസ്ഥാനോ അന്ധപ്രജ്ഞ സപ്താംഗ ഏകോനവിംശതിമുഖ പ്രവിക്തഭഗ് തേജസോ ദ്വിതീയപാദഃ. യത്ര സത്തോ ന കഞ്ചന കാമം കാമയതേ ന കഞ്ചന സ്വപ്നം പശ്യതി തത്സുഷുപ്തം സുഷുപ്തസ്ഥാന ഏകീഭൂതപ്രജ്ഞാനഘ്നൈവ ആനന്ദമയോ ഹ്യാനന്ദഭഗ് ചേതോമുഖപ്രാജ്ഞസ്തൃതീയപാദഃ. യേശ സർവേശ്വര യേശ സർവജ്ഞ യേശാന്തര്യാമി യേശ യോനിഃ സർവസ്യ പ്രഭവാപ്യയോ ഹി ഭൂതാനാം. നാന്തപ്രജ്ഞം ന ബഹിപ്രജ്ഞം നോ ഭേദപ്രജ്ഞം ന പ്രജ്ഞാനഘനം ന പ്രജ്ഞം ന അപ്രജ്ഞം അദൃശ്യം അവ്യവഹാര്യമഗ്രാഹ്യമലക്ഷണമചിന്യം അവ്യപദേശം ഏകാത്മപ്രത്യയസാരം പ്രപഞ്ചോപശമം ശാന്തം ശിവം അദ്വൈതം ചതുർത്ഥം മന്യന്തേ സ ആത്മാ സ വിജ്ഞേയഃ. സ്വയമാത്മാധ്യക്ഷരം ഓംകാരോ അധിമാത്രം പാദമാത്രാമാത്രാശ്ച പാദ അകാര ഉകാരോ മകാര ഇതി. ജാഗ്രതസ്ഥാനോ വൈശ്വാനരോ അകാരഃ പ്രഥമാ മാത്ര വാക്തേരാദിമത്വാദ്വാ ആപ്നോതി വൈ സർവാൻ കാമാൻ ആദിശ്ച ഭവതി യ ഏവം വേദ. സ്വപ്നസ്ഥാനത്തേജസ ഉകാരോ ദ്വിതീയാം മാത്ര ഉത്കർഷാദുഭയത്വാദ്വാ ഉത്കർഷരിഹ വൈ ജ്ഞാനസന്ധതിം സമാനശ്ച ഭവതി നസ്യ ബ്രഹ്മവിദ് കുലേ ഭവതി യ ഏവം വേദ.
സുഷുപ്തസ്ഥാനപ്രജ്ഞോ മകാരസ്തൃതീയമാത്രാമിതേരപീതേർവാമിനോദിഹ വാ ഇദം സർവം അപേദിശ്ച ഭവതി ഏവം വേദ. മാത്രശ്ചതുർത്ഥോ വ്യോഹാരിഹ പ്രപഞ്ചോപശമസ്യോ അദ്വൈത ഏവമോങ്കാര ആത്മൈവ സംവിശതി ആത്മനാ ആത്മാനം യ ഏവം വേദ. ശാന്തി പ്രകരണത്തിൽ 40-ാമത്തെ കാര്യം. നാസ്തി അസത് ഹേതുകമസത് സത് അസത് ഹേതുകം തഥാ സത് ഹേതുകം നാസ്തി സത് ഹേതുകം അസത് കുതഃ. ഇവിടെ അജാതി അജാതം സൃഷ്ടി പരമാർത്ഥത്തിൽ സംഭവിക്കുന്നേയില്ല എന്നുള്ള കാര്യത്തെ സമർത്ഥിക്കുകയാണ്. സൃഷ്ടി സംഭവിക്കുന്നു എന്നുള്ളതാണ് അനുഭവം, സാധാരണ ജീവന്മാരുടെ അനുഭവം. ആ അനുഭവത്തെ അംഗീകരിച്ചുകൊണ്ട് ഇവിടെ അദ്വൈത ശാസ്ത്രത്തിൽ തന്നെ പല സ്ഥലത്ത് സൃഷ്ടിയെക്കുറിച്ച് പറയും. സൃഷ്ടി സംഭവിക്കുന്നു എന്നും പറയും. അതെന്തുകൊണ്ട്? അനുഭവത്തെ ആശ്രയിച്ച്. അനുഭവത്തെ ആശ്രയിച്ച് പറയുന്നതിന് വ്യാവഹാരികമെന്ന് പറയും. സർവജനസാധാരണമായിരിക്കുന്ന അനുഭവം, അതിനെ ആശ്രയിച്ച് പറയുന്നതാണ് വ്യാവഹാരികം. അടുത്തിനി പറയും, ചില സ്ഥലങ്ങൾ അങ്ങനെ പറയേണ്ടി വരും. എന്തുകൊണ്ട്? പരമാർത്ഥം പറഞ്ഞാൽ മനസ്സിലാകാത്ത സ്ഥലങ്ങളിൽ അനുഭവത്തെ അനുസരിച്ച് പറയേണ്ടി വരും. ഇവിടെ പറയും, തത്വം രണ്ടു തരത്തിലാണ് ശാസ്ത്രത്തിൽ പ്രതിപാദനം ചെയ്യുന്നത്. രണ്ടു തരത്തിലെന്ന് പറയുമ്പോൾ രണ്ടു തരത്തിലുള്ള ദൃഷ്ടിയെ ആശ്രയിച്ച്. ദൃഷ്ടി എന്ന് പറഞ്ഞാൽ അറിവ്. ഈ തത്വം ശ്രവിക്കുന്നവന്റെ അറിവനുസരിച്ച് ആണ് പറയുന്നത്. ഒന്നെന്താണ്? വ്യാവഹാരിക ദൃഷ്ടി. ദൃഷ്ടി എന്ന് പറഞ്ഞാൽ അറിവ്. എന്റെ അനുഭവത്തെ ആശ്രയിച്ചുള്ള ആ അറിവ്. എങ്ങനെയാണ് ഒരാൾക്ക് പ്രപഞ്ചം അനുഭവപ്പെടുന്നത്? അതിനെ ആശ്രയിച്ചുള്ള അറിവ്. പ്രപഞ്ചം അനുഭവപ്പെടുന്നത് അത് യഥാർത്ഥമായി അനുഭവപ്പെടുന്നു. അതും പ്രമാണങ്ങളിലൂടെ, പ്രത്യക്ഷം, അനുമാനം തുടങ്ങിയ പ്രമാണങ്ങളിലൂടെ യഥാർത്ഥമായി അനുഭവപ്പെടുന്നു. അനുമാനം എന്ന് പറയുമ്പോൾ അവിടെ യുക്തിയെ ആശ്രയിക്കും. അനുഭവത്തിനും യുക്തിക്കും നിരക്കുന്ന തരത്തിൽ പ്രപഞ്ചം അനുഭവപ്പെടുന്ന രീതിയിൽ ഈ തത്വത്തെ തന്നെ പ്രതിപാദിക്കും. അതാണ് ശ്രുതി തന്നെ പറയുന്നു, ഇത് ആകാശത്തിൽ നിന്ന് വായു ഉണ്ടായി, വായുവിൽ നിന്ന് അഗ്നി, അഗ്നിയിൽ നിന്ന് ജലം, ജലത്തിൽ നിന്ന് പൃഥിവി, ഇങ്ങനെ സൃഷ്ടി ഉണ്ടായി എന്ന് പറയുന്നു. സൃഷ്ടിക്രമത്തെക്കുറിച്ച് പറയും. അങ്ങനെ പറയുന്നതിന് ചില യുക്തികളുണ്ട്.
കാരണഗുണങ്ങൾ കാര്യത്തിൽ അനുവർത്തിക്കുന്നു. ഇങ്ങനെയുള്ള ചില യുക്തികളെ സ്വീകരിക്കുന്നു. പ്രമാണത്തെ സ്വീകരിക്കുന്നു. ശാസ്ത്രം അതിന് പ്രമാണമാണ്. അനുമാനം അതിനെ സമർത്ഥിക്കുന്നു. ഇത് വ്യാവഹാരികമായ തത്വപ്രതിപാദനം എന്ന് പറയും. ആ വ്യാവഹാരികമായ തത്വപ്രതിപാദനം അനുസരിച്ച് പറയുമ്പോൾ ഇതേ അദ്വൈത ശാസ്ത്രം തന്നെ, ഉപനിഷത്ത് തന്നെ പറയുന്നു, സൃഷ്ടി ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. അതിനനുസരിച്ചാണ് പറയുന്നത് സ്വപ്നം ജാഗ്രതത്തിന്റെ കാര്യമാണ്. നമ്മൾ അദ്വൈതം മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. ജാഗ്രതത്തിലെ അനുഭവത്തിൽ നിന്ന് സംസ്കാരങ്ങളുണ്ടാകുന്നു. ആ സംസ്കാരം സുപ്തമായിരിക്കുന്നു. ഉറക്കത്തിൽ ആ സംസ്കാരങ്ങൾ വീണ്ടും ജാഗ്രതാകുന്നു. അതിൽ നിന്ന് സ്വപ്നം ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ ജാഗ്രത സ്വപ്നവും തമ്മിലൊരു കാര്യകാരണ ബന്ധമുണ്ട്. സ്വപ്നത്തിന് ജാഗ്രത കാരണമായി, സ്വപ്നം ഒരു കാര്യമായി. ഇങ്ങനെ പറയുന്നുണ്ട് അദ്വൈതം തന്നെ. പക്ഷെ അതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ പറയുന്നുണ്ടെങ്കിലും അത് പരമാർത്ഥമല്ല, നിങ്ങളുടെ അനുഭവത്തെ ആശ്രയിച്ച് പറയുകയാണ്. കാരണം ജാഗ്രത സ്വപ്നവുമായി താരതമ്യം അനുഭവമുണ്ട് നമുക്ക്. ജാഗ്രതയിൽ കാണുന്ന ദൃശ്യങ്ങൾക്ക് സദൃശമായ ദൃശ്യങ്ങൾ കാണുന്നു. ജാഗ്രതത്തിലെ അനുഭവങ്ങളോട് ബന്ധപ്പെട്ട അനുഭവങ്ങൾ സ്വപ്നത്തിലുണ്ടാകും. അത് വളരെ ദൃഢമായ ബന്ധം നമുക്ക് അനുഭവപ്പെടുന്നു. സ്വാഭാവികമായിട്ടും അവിടെ യുക്തി പ്രയോഗിക്കുന്നു. ആ യുക്തി അനുസരിച്ച് തീരുമാനിക്കുന്നു ഇത് ജാഗ്രതത്തിന്റെ കാര്യം തന്നെ. അപ്പോൾ അജാതവാദത്തിൽ കാര്യകാരണ ബന്ധത്തെ അംഗീകരിക്കാനൊക്കത്തില്ല. ഒരിടത്തും ജാഗ്രതത്തിനുള്ളിൽ തന്നെ കാര്യകാരണമില്ല, ജാഗ്രത സ്വപ്നവും തമ്മിലും കാര്യകാരണമില്ല. ഒന്നും പരമാർത്ഥത്തിൽ സംഭവിക്കുന്നുണ്ടെങ്കിൽ പിന്നെ എങ്ങനെ കാര്യകാരണഭാവം? അതുകൊണ്ട് വ്യാവഹാരികമായ കാഴ്ചപ്പാടിനെ, നമ്മുടെ അറിവിനെ അനുസരിച്ചിട്ടാണ് പറയുന്നത് ജാഗ്രത സ്വപ്നത്തിന് കാരണമാണ്. അടുത്ത് പറയുന്നത് തത്വദൃഷ്ട്യ. പാരമാർത്ഥികമായ കാഴ്ചപ്പാടിൽ പറഞ്ഞാലോ ഇത് തികച്ചും സ്വതന്ത്രമാണ്. സ്വതന്ത്രമാണെന്ന് പറഞ്ഞാൽ ഇത് രണ്ട് സമമാണ്. തത്വദൃഷ്ടിയിൽ സമമാണ്. തത്വദൃഷ്ടിയിൽ സമമാണെന്ന് മാത്രമല്ല, തത്വദൃഷ്ടിയിൽ ഒന്ന് തന്നെ. ഒരേ അനുഭവം തന്നെ. ജാഗ്രതയും സ്വപ്നവും ഒരേ അനുഭവം തന്നെ. ഒരേ അനുഭവമാണെങ്കിൽ എങ്ങനെ അതിന് കാര്യകാരണഭാവം വരും? ജാഗ്രതയിൽ തന്നെ ഒരാൾക്ക് ഒരു സ്ഥലത്ത് സർപ്പഭ്രാന്തി ഉണ്ടായി, വേറെ സ്ഥലത്ത് രഹിതഭ്രാന്തി ഉണ്ടായി, വേറെ സ്ഥലത്ത് മരീചികാഭ്രാന്തി ഉണ്ടാകും. അങ്ങനെ നൂറുകണക്കിന് ഭ്രാന്തികളുണ്ടാവും അനുഭവം. ഇതൊന്നും മറ്റൊന്നിനെങ്ങനെ കാരണമായി തീരും? ഒന്നും മറ്റൊന്നിന് കാരണമാകുന്നില്ല. രഹിതഭ്രാന്തി കൊണ്ടല്ല സർപ്പഭ്രാന്തി ഉണ്ടായത്. ഇതൊന്നും മറ്റൊന്നിന് കാരണമാകുന്നില്ല. അതുപോലെ ഒരനുഭവമാണ് സ്വപ്നം. അതിന് മറ്റൊരു ഭ്രാന്തിയുടെ സഹായം ആവശ്യമുണ്ട്. അത് സ്വതന്ത്രമാണ്, സ്വതന്ത്രമായ ഒരനുഭവമാണ്. സമാനമാണ്. ഒരു തരത്തിൽ ഇതെല്ലാം ഒരേ തരത്തിലുള്ള അനുഭവം തന്നെ. അത് നമുക്ക് വേർതിരിക്കാൻ കഴിയില്ല. ഇത് ജാഗ്രതത്തിലെ അനുഭവം വ്യാവഹാരികമാണ്, സ്വപ്നത്തിന്റെ അനുഭവം പ്രാതിഭാസികമാണ് എന്നിങ്ങനെ വേർതിരിക്കാൻ കഴിയത്തില്ല. അങ്ങനെ പറയാറുണ്ട്.
നേരത്തെ പറഞ്ഞതുപോലെ വ്യാവഹാരിക ദൃഷ്ടിയെ ആശ്രയിച്ചിട്ട് ഇത് വ്യാവഹാരിക അനുഭവം, സ്വപ്നം പ്രാതിഭാസികം എന്ന് പറയും. അത് പരമാർത്ഥമല്ല, അത് വ്യാവഹാരിക ദൃഷ്ടിയിൽ പറയുന്നതാണ്. സ്വപ്നം എങ്ങനെയാണോ പ്രാതിഭാസികമാണെന്ന് നമുക്ക് ബോധ്യപ്പെട്ടത്, അതുപോലെ ബോധ്യപ്പെടേണ്ട ഒന്നാണ് ഇതും. ജാഗ്രതും പ്രാതിഭാസികമാണ്, വ്യാവഹാരികമല്ല. നമുക്ക് സംശയം തോന്നുന്നു അതെങ്ങനെയാകും. കാരണം സ്വപ്നത്തെ നമ്മൾ തിരിച്ചറിയുന്നു, അത് ഒരു ഭ്രാന്തിയായിരുന്നു. പ്രാതിഭാസികം എന്ന് പറയുന്ന ഭ്രാന്തി, സത്യമല്ലാത്ത അനുഭവം എന്ന് നമ്മളതിനെ തിരിച്ചറിയുന്നു. ജാഗ്രതത്തിൽ അങ്ങനെയല്ലല്ലോ. ജാഗ്രതത്തിൽ നമുക്ക് യഥാർത്ഥമായ അനുഭവമുണ്ട്, ഭ്രാന്തിയുമുണ്ട്. താർക്കികന്മാരും മറ്റും പറയുന്നത് അങ്ങനെയാണ്. അനുഭവം രണ്ടു തരത്തിലുണ്ട്. ഒന്ന് യഥാർത്ഥ അനുഭവം, മറ്റൊന്ന് അയഥാർത്ഥ അനുഭവം. രജ്ജുവിന്റെ അനുഭവം യഥാർത്ഥ അനുഭവം, സർപ്പത്തിന്റെ അനുഭവം അയഥാർത്ഥ അനുഭവം എന്നാണ്. അപ്പോൾ ഈ അനുഭവത്തിൽ, ജാഗ്രത് അനുഭവത്തിൽ ഒരു വ്യാവഹാരികത, ഒരു യാഥാർത്ഥ്യ ബോധം നിലനിൽക്കുന്നു. അവിടെ അയഥാർത്ഥമായ അനുഭവങ്ങൾ ഉണ്ടാകാമെങ്കിലും ഒരു യാഥാർത്ഥ്യ ബോധം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതിനെങ്ങനെ പ്രാതിഭാസികം എന്ന് പറയാൻ കഴിയും എന്ന് ചോദിക്കാം. അങ്ങനെ ചിന്തിച്ചാൽ സ്വപ്നവും പ്രാതിഭാസികമല്ല, സ്വപ്നവും വ്യാവഹാരികമെന്ന് പറയേണ്ടി വരും. എന്തുകൊണ്ട്? കാരണം സ്വപ്നം അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് വ്യാവഹാരികമായിട്ട് അനുഭവിക്കുന്നു, പ്രാതിഭാസികമായിട്ടല്ല. അവിടെയും നമുക്ക് യഥാർത്ഥ അനുഭവം അയഥാർത്ഥ അനുഭവം അവിടെയും ഉണ്ടാകാം. സ്വപ്നത്തിൽ ഒരാൾക്ക് രജ്ജു സർപ്പഭ്രാന്തി ഉണ്ടായെന്നിരിക്കട്ടെ, അങ്ങനെ ഉണ്ടാകാം. അവിടെ അയാൾ യഥാർത്ഥമായ രജ്ജുവിൽ കൽപ്പിതമായ സർപ്പത്തെ ആരോപിക്കുന്നു എന്ന് തന്നെ ആയിരിക്കും അയാളുടെ അനുഭവം. അവിടെ അതും വ്യാവഹാരികമെന്ന് പറയേണ്ടി വരും അങ്ങനെ ചിന്തിച്ചാൽ. പക്ഷേ അവിടുത്തെ രജ്ജുവും സർപ്പവും എല്ലാം പ്രാതിഭാസികമാണെന്ന് ഉണർന്നതിന് ശേഷം തീരുമാനിക്കുന്നു. ഇവിടെ മരുഭൂമിയിൽ നിന്നുകൊണ്ട് മരുമരീചിയെ കാണുമ്പോൾ നമ്മൾ ധരിക്കുന്നു നമ്മൾ നിൽക്കുന്ന മരുഭൂമി സത്യമാണ്, അവിടെ ഉണ്ടായ അനുഭവം ഭ്രമമാണ്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ വ്യാവഹാരികമായ അനുഭവത്തിൽ ഭ്രമാനുഭവം എന്ന് നമ്മളിവിടെ പറയുന്നു. സ്വപ്നത്തിൽ ഒരാൾ മരുഭൂമിയിൽ നിന്നുകൊണ്ട് മരീചിയെ കാണുകയാണെങ്കിൽ അവിടെയും ഇത് തന്നെ സംഭവിക്കുന്നു. അവിടെയും അയാൾക്ക് പറയാൻ കഴിയും, എന്താണ്, ഞാൻ ഇതാ സത്യമായ മരുഭൂമിയിൽ നിന്നുകൊണ്ട് മരീചിയെ കാണുന്നു. അവിടെയും അനുഭവകാലത്തിൽ അത് വ്യാവഹാരികമാണ്. പക്ഷെ ഉണർന്നതിന് ശേഷം പറയുന്നു അവിടെയെല്ലാം അവിടുത്തെ ആ വ്യവഹാരവും അവിടെ ഉണ്ടായ ഭ്രാന്തിയും എല്ലാം പ്രാതിഭാസികമാണ്. അതാണിവിടെ ആചാര്യൻ ജാഗ്രതത്തിനെ കുറിച്ച് ബോധിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ജാഗ്രതത്തിലും നിങ്ങളിവിടെ വ്യാവഹാരികവും പ്രാതിഭാസികവും അനുഭവപ്പെടുന്നുണ്ടെങ്കിലും പരമാർത്ഥത്തിൽ ഇത് പ്രാതിഭാസികം തന്നെ. അതെനിക്ക് മനസ്സിലാകുന്നില്ലല്ലോ. ഇന്ന് സ്വപ്നത്തെ മനസ്സിലായതുപോലെ സ്വപ്നത്തിൽ നിന്ന് വിട്ടപ്പോഴാണ് സ്വപ്നത്തെ മനസ്സിലായത്. സ്വപ്നത്തിൽ നിന്ന് ഉണർന്നപ്പോൾ സ്വപ്നം മനസ്സിലായി. അതുപോലെ ഈ ജാഗ്രതത്തിൽ നിന്ന് ഉണർന്നു കഴിഞ്ഞാൽ മനസ്സിലാകും ഇതും പ്രാതിഭാസികമാണ്. അതിനാണ് തുര്യാധിഗമം എന്ന് മുമ്പ് ഭാഷ്യകാരൻ പറഞ്ഞത്, തുരീയസ്ഥിതൻ എന്ന് പറഞ്ഞത്. ഇതും പ്രാതിഭാസികമാണെന്ന് ബോധ്യപ്പെടുന്നു. ഇതിൽ രണ്ടില്ല, വ്യാവഹാരികമായ ഭാവങ്ങൾ, അതിൽ ക്ഷണികമായ പ്രാതിഭാസിക അനുഭവങ്ങൾ, അങ്ങനെ രണ്ടില്ല. സ്വപ്നത്തിൽ എങ്ങനെയാണോ രണ്ടില്ല എന്ന് ബോധ്യപ്പെട്ടത് അതുപോലെ ഇതും അങ്ങനെ ബോധ്യപ്പെടുന്നു. അങ്ങനെ ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ജാഗ്രത സ്വപ്നവും തമ്മിൽ എന്താ വ്യത്യാസമുള്ളത്? പാരമാർത്ഥികമായി വ്യത്യാസമില്ല. പാരമാർത്ഥികമായ വ്യത്യാസമില്ലെന്ന് പറഞ്ഞാൽ
അതിനാണ് ഇവിടെ പറയുന്നത് തത്വദൃഷ്ടിയിൽ. വ്യാവഹാരികം എന്ന് പറയുന്നത് മുമ്പ് ഞാൻ പറഞ്ഞു പ്രമാണത്തിന്റെ യുക്തിയുടെ ലൗകികമായ അനുഭവത്തിന്റെയും നില, അതാണ് വ്യാവഹാരികം. പാരമാർത്ഥികം എന്ന് പറഞ്ഞാലോ ഈ തുരീയ അധിഗമം, തുരീയ പ്രാപ്തി, അല്ലെങ്കിൽ തത്വജ്ഞന്റെ നില, തത്വജ്ഞാനിയുടെ നില എന്ന് പറയും. ആ നിലയിൽ നിന്ന് പറയുമ്പോൾ ഇവിടെ പ്രാതിഭാസികം എന്ന ഒരു തലം മാത്രമേ ഉള്ളൂ. വ്യാവഹാരികം, പ്രാതിഭാസികം എന്ന് രണ്ട് തലം ഇല്ല, ഒന്നേ ഉള്ളൂ. സ്വപ്നം, ജാഗ്രത. അപ്പോ വ്യാവഹാരികമായി പറയുമ്പോൾ പറയും ഈ ജാഗ്രത എന്ന് പറയുന്നത് യുക്തി കൊണ്ടും പ്രമാണം കൊണ്ടും എല്ലാം പരിശോധിച്ചിട്ട് പറയും ഇതൊരു സ്വപ്ന സദൃശമാണ്. യുക്തികൾ പറയും സ്വപ്നം മാറിപ്പോകുന്നത് അതുപോലെ തന്നെ ഇതും മാറിപ്പോകുന്നു, അതുകൊണ്ട് ഇത് സ്വപ്ന സദൃശമാണ്. പാരമാർത്ഥിക ദൃഷ്ടി പറയുമ്പോഴോ ഇത് പ്രാതിഭാസികം തന്നെ, എന്ന് പറഞ്ഞാൽ സ്വപ്നം തന്നെ. അതുകൊണ്ട് ഈ രണ്ട് കാഴ്ചപ്പാട് ശരിയാണ്. പാരമാർത്ഥികം എന്ന് പറയുമ്പോൾ അത് വിദ്വത് അനുഭവം, വ്യാവഹാരികം എന്ന് പറയുമ്പോൾ അത് സർവജന സാധാരണ. ഈ രണ്ട് അനുഭവത്തെ ആശ്രയിച്ചിട്ടാണ് ഈ അദ്വൈതത്തിൽ സർവത്ര ഈ ബ്രഹ്മസത്യം ജഗത് മിഥ്യ എന്ന് പറയുന്ന വിഷയത്തെ ചർച്ച ചെയ്യുന്നു. അതിന് അടുത്തു വരുന്ന കാര്യം പൂർവക്ഷീണ ചോദ്യം, നിങ്ങൾ സർവവും പ്രാതിഭാസികം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ, അതായത് അദ്വൈത ശാസ്ത്രത്തിന് തന്നെ വിരോധം വരുമല്ലോ. ഇവിടെ ഈ സമാധാനം തന്നെ പറയും. വ്യാവഹാരികവും പ്രാതിഭാസികവും തമ്മിലുള്ള മുഖ്യമായ വ്യത്യാസം എന്താണ്? വ്യാവഹാരികത്തിൽ കാര്യകാരണ ബന്ധമുണ്ട്. കാരണത്തിൽ നിന്ന് കാര്യം, ആ കാര്യത്തിൽ നിന്ന് കാരണം, ഇങ്ങനെ ഇത് പോയിക്കൊണ്ടേയിരിക്കുന്നു. അതാണ് വ്യാവഹാരികമായ നില. അവിടെയാണ് ഈ ചോദ്യം വരുന്നത്, എന്താണ്? വൃക്ഷത്തിൽ നിന്ന് വിത്താണോ, വിത്തിൽ നിന്ന് വൃക്ഷമാണോ? യുക്തി പ്രയോഗിക്കുന്നത്, പ്രമാണം പ്രയോഗിക്കുന്നത് ഇത് അനാദിയാണെന്ന് പറയുന്നതെല്ലാം അവിടെയാണ്. പ്രാതിഭാസികമായ നിലയിലോ അവിടെ കാര്യകാരണഭാവങ്ങളൊന്നുമില്ല, ഏകമായ അനുഭവം മാത്രം, ഒരേ ഒരു അനുഭവം മാത്രം. ജാഗ്രത സ്വപ്നങ്ങൾക്ക് അവിടെ ഭേദമില്ല. അതുകൊണ്ട് തന്നെ കാര്യകാരണ ബന്ധമില്ല. ഒന്നിൽ നിന്ന് മറ്റൊന്നുണ്ടാകേണ്ട ആവശ്യമില്ല. രണ്ടും ഒരേ അനുഭവം തന്നെ, ഒരേ അനുഭവത്തിന്റെ തന്നെ തുടർച്ചയാണ് ജാഗ്രത എന്ന് സ്വപ്നം എന്ന് പറയുന്നത്. എങ്ങനെ? തത്വദൃഷ്ടി. ഇന്നലെ നമുക്ക് അനുഭവപ്പെട്ടതുപോലെ ആയിരിക്കില്ല ഇന്ന് അനുഭവപ്പെടുന്നത്. അവിടെ വിഷയങ്ങൾ മാറാം, കാലത്തിന് മാറ്റം വന്നു, ദേശത്തിന് മാറ്റം വന്നു, അതെല്ലാം സംഭവിക്കാം. പക്ഷെ അനുഭവം എന്നുള്ള നിലയ്ക്ക് ഇതൊന്നു തന്നെ. ഇന്നലെ അനുഭവിച്ച ജാഗ്രത തന്നെയാണ് ഇന്ന് അനുഭവിക്കുന്ന ജാഗ്രത. അപ്പൊ ജാഗ്രത എന്നുള്ള നിലയ്ക്ക് വ്യത്യാസം. അതുപോലെയാണ് സ്വപ്നവും ജാഗ്രതയും തമ്മിൽ. പ്രതീതി എന്നുള്ള നിലയ്ക്ക് വ്യത്യാസം. വിഷയങ്ങൾ മാറി വരാം. സ്വപ്നത്തിൽ പുരുഷൻ സ്ത്രീയാകാം, ഇതെല്ലാം സംഭവിക്കാം. പക്ഷെ പ്രതീതിക്ക് മാറ്റമില്ല. അതുകൊണ്ട് ഇത് ഏക അനുഭവമാണ്. ഏകമായ അനുഭവമാണെങ്കിൽ ഇതിലെങ്ങനെ പരസ്പര കാര്യകാരണഭാവം വരും? വരത്തില്ല. അറിവില്ലായ്മ കൊണ്ട് പറയുന്നത് എന്താണ്? ജാഗ്രതയിൽ നിന്ന് സ്വപ്നം ഉണ്ടായി, ജാഗ്രതത്തിന് സ്വപ്നമാണ് കാരണം എന്നെല്ലാം പറയും. എന്ന് പറയുമ്പോൾ ഇവിടെ കാര്യകാരണഭാവത്തെ പൂർണ്ണമായും നിഷേധിക്കുകയാണ്.
ഒരു പ്രതീതി എന്നതിനപ്പുറം ജഗത്തിന് വാസ്തവത്തിലുള്ള ഒരു സൃഷ്ടി സംഭവിക്കുന്നേയില്ല. സൃഷ്ടിയില്ലെങ്കിൽ സ്ഥിതിലയങ്ങളുമില്ല. ഇതാണ് പരമാർത്ഥം. ഏത് തരത്തിലുള്ള ഒരു സൃഷ്ടി സംഭവിക്കാം, ഏത് തരത്തിൽ ചിന്തിച്ചാലും സംഭവിക്കാൻ വഴിയില്ല. അതാണ് ഈ കാര്യം പറയുന്നത്. 40ാമത്തെ കാര്യം. നാസ്തി അസത് ഹേതുകം പരമാർത്ഥ വസ്തു ന കസ്യജിത് കേനജിദപി പ്രകാരേണ കാര്യകാരണഭാവ ഉപപദ്യതേ. പരമാർത്ഥത്തിൽ ഒരു തരത്തിലും ഏതെങ്കിലും ഒരു രീതിയിൽ ഇവിടെ കാര്യകാരണഭാവം ഉണ്ടാകത്തില്ല. കാര്യകാരണഭാവം നിലനിൽക്കത്തില്ല പരമാർത്ഥത്തിൽ. എങ്ങനെ ഏതെല്ലാം തരത്തിൽ കാര്യകാരണഭാവം സംഭവിക്കാം അത് പറയുന്നു. നാസ്തി അസത് ഹേതുകം അസത് ശശവിഷയാണാദി ഹേതു കാരണം യസ്യ അസദേവ ഖ കുസുമാദേഹേ തത് അസത് ഹേതുകം. അസത് ന വിദ്യതേ. നാസ്തി അസത് ഹേതുകം. ഈ സൃഷ്ടിയെക്കുറിച്ച് പറയുമ്പോൾ ഈ സൃഷ്ടിയുടെ കാരണം എന്താ? അസത്താണോ? അസത്തിൽ നിന്ന് സൃഷ്ടിയുണ്ടായോ? അത് പറയാൻ കഴിയില്ല. എന്തുകൊണ്ട്? അസത്തെന്ന് പറയുന്നത് എന്തിനാണ്? ശശവിഷാണം, മുയൽക്കൊമ്പെന്ന് പറയുന്നത്. ഒരു ഉദാഹരണം, ശശശൃംഗം, അതാണ് അസത്തെന്ന് പറയുന്നത്. അതിൽ നിന്ന് ഇവിടെ എന്തെങ്കിലും ഉണ്ടാകാറുണ്ടോ? ഉണ്ടായാൽ അതിനെ കാരണമായും ഈ പ്രപഞ്ചത്തെ കാര്യമായും പറയാം. അത് സംഭവിക്കുന്നില്ലല്ലോ എന്ന് പറയുന്നത്. നാസ്തി അസത് ഹേതുകം. അസത് എന്ന് പറയാൻ കഴിയില്ല. അസത് ന വിദ്യതേ. തഥാ സദവി ഘടാദി വസ്തു അസത് ഹേതുകം ശശവിഷാണാധികാരിയും. അസത്ത് അസത്തിൽ നിന്നുണ്ടാകുന്നുണ്ട്. ഇനി സത്ത് അസത്തിൽ നിന്നുണ്ടാകുമോ? സത്ത് നമുക്ക് ഇവിടെ അനുഭവപ്പെടുന്ന, ഉള്ളതായി അനുഭവപ്പെടുന്ന ഇതെല്ലാം അസത്തിൽ നിന്നുണ്ടാകുമോ? ഉണ്ടാകത്തില്ല. അസത്തിൽ നിന്ന് അസത്തുണ്ടാകുന്നില്ല, അസത്തിൽ നിന്ന് സത്വം ഉണ്ടാകുന്നില്ല. സദവി ഘടാദി വസ്തു അസത് ഹേതുകം. ഘടാദി വസ്തുക്കൾ അത് അസത്തിൽ നിന്നും ഉണ്ടാകുന്നില്ല. ശശവിഷാണാദി കാര്യം നാസ്തി. അങ്ങനെ സംഭവിക്കാൻ വഴിയില്ല. ഇതിന് കാരണമായി, യഥാർത്ഥമായി നമ്മൾ അനുഭവപ്പെടുന്ന ഈ വസ്തുക്കൾക്ക് കാരണമായി അസത്തിനെ പറയാൻ വയ്യ. തഥാ സത്യ വിദ്യമാനം ഘടാദി വിദ്യമാന ഘടാദി വസ്തുവന്തരകാര്യം നാസ്തി. ഇനി സത്തിൽ നിന്ന് സത്തുണ്ടാകുന്നു, അങ്ങനെ ഒരു നിയമം ഉണ്ടാകാൻ പറ്റുമോ? അങ്ങനെ ഒരു നിയമം ഉണ്ടായാൽ വസ്ത്രം സത്താണ്, അതിൽ നിന്ന് വേറൊരു വസ്ത്രം ഉണ്ടാകണം. ആ നിയമം ഉണ്ടായാൽ നൂലിൽ നിന്ന് വസ്ത്രം ഉണ്ടായാൽ പോരാ, സത്തിൽ നിന്ന് സത്തുണ്ടാവണം. വസ്ത്രം സത്താണ്, അതിൽ നിന്ന് വസ്ത്രം ഉണ്ടാകണം. നൂല് സത്താണ്, അതിൽ നിന്ന് നൂലുണ്ടാകണം. ഒന്നിൽ നിന്ന് അത് തന്നെ ഉണ്ടാകണം. അത് സംഭവിക്കുന്നില്ല. കാരണം അത് സത്താണ്. സത്തിൽ നിന്ന് സത്തുണ്ടാകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് അത് തന്നെ സംഭവിക്കും. അതും കാണുന്നില്ല. ഏത് തരത്തിലാണ് ഇവിടെ കാര്യകാരണ ബന്ധത്തെ നിങ്ങൾ സൃഷ്ടിക്കുന്നത്? സത്കാര്യം അസത് കുതഃ ഏവ സംഭവതി. സത് ഹേതുകം അസത്. സത്തിൽ നിന്ന് അസത്തുണ്ടാകുമോ? സത്തായിരിക്കുന്ന ഈ വസ്തുക്കളിൽ നിന്ന് അസത്തായ ശശവിഷാണം ഉണ്ടാകുന്നുണ്ടോ? അത് സംഭവിക്കുന്നുണ്ട്. അപ്പൊ 4 തരത്തിലുള്ള കാര്യകാരണ ബന്ധത്തെ ഇവിടെ നിഷേധിക്കുകയാണ്. അസത്തിൽ നിന്ന് അസത്തുണ്ടാകുമോ? ഇല്ല, അസാധ്യമല്ല. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ശശവിഷാണത്തിൽ നിന്ന് ശശവിഷാണം ഉണ്ടാകണം, അത് സാധ്യമല്ല. ഇനി അസത്തിൽ നിന്ന് സത്തുണ്ടാകുമോ?
ശശവിഷാണത്തിൽ നിന്ന് വസ്ത്രം ഉണ്ടാകുക, അത് സംഭവിക്കുന്നില്ല. സത്തിൽ നിന്ന് സത്തുണ്ടാകുമോ വസ്ത്രത്തിൽ നിന്ന് വസ്ത്രം ഉണ്ടാകുക, അത് സംഭവിക്കുന്നില്ല. ഇനി സത്തിൽ നിന്ന് അസത്തുണ്ടാകുമോ വസ്ത്രത്തിൽ നിന്നും ശശവിഷാണം ഉണ്ടാകുക, അത് സംഭവിക്കുന്നില്ല. ഈ 4 തരത്തിലുള്ള അല്ലാതെ സൃഷ്ടിക്ക് വേറെ യാതൊരു തരത്തിലുള്ള സാധ്യതയില്ല. ഇത് പറയുന്നത് വ്യാവഹാരികമായിട്ടല്ല. വ്യാവഹാരികമായിട്ട് പറഞ്ഞാൽ നമുക്ക് പറയാം എന്താണ്, മണ്ണിൽ നിന്ന് കുടം ഉണ്ടാകുന്നു, നൂലിൽ നിന്ന് വസ്ത്രം ഉണ്ടാകുന്നു, പിതാവിൽ നിന്ന് പുത്രനുണ്ടാകുന്നു. ഇവിടെയൊക്കെ നമുക്ക് കാര്യകാരണ ബന്ധത്തെ കണ്ടുപിടിക്കാം. ഇത് ആ രീതിയിലല്ല പറയുന്നത്. പാരമാർത്ഥികമായ ദൃഷ്ടി ചിന്തിക്കുക. പാരമാർത്ഥികമായ ദൃഷ്ടി എന്ന് പറയുമ്പോൾ തത്വജ്ഞന്റെ അനുഭവത്തിന്റെ തലത്തിൽ ചിന്തിക്കുക. അവിടെ ഒരു തരത്തിലും സൃഷ്ടിക്കുള്ള സാധ്യതയില്ല. അതുകൊണ്ടാണ് ഇവിടെ അദ്വൈതി അസത്കാര്യത്തെക്കുറിച്ച് പറയുന്നത്. വേദാന്തത്തിൽ ഇതെല്ലാം പറയുന്നു. സത്കാര്യവും അസത്കാര്യവും തുടങ്ങി പല വിഷയങ്ങളും അവിടെ ചർച്ച ചെയ്യുന്നുണ്ട്. ഇവിടെ പറയുന്നത് വേദാന്തമല്ല, അദ്വൈതമാണ്. വേദാന്തത്തിൽ വിശേഷിച്ച് വരുന്ന അദ്വൈതം. അദ്വൈത മതമനുസരിച്ച് സൃഷ്ടി സാധ്യമേ അല്ല. അതും അദ്വൈതത്തിലെ പാരമാർത്ഥിക മതമനുസരിച്ച്. അദ്വൈതത്തിൽ തന്നെ വ്യാവഹാരികമായ മതമുണ്ട്. ആ മതത്തിൽ സൃഷ്ടി അംഗീകരിക്കാം. പാരമാർത്ഥികമായ മതമനുസരിച്ച് സൃഷ്ടി സംഭവിക്കുന്നേയില്ല. അതുകൊണ്ട് തന്നെ ഉപനിഷത്തിൽ അങ്ങനെയല്ല, സൃഷ്ടിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ, നാശത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ എന്നെല്ലാം ചോദിച്ചു കഴിഞ്ഞാൽ വേദാന്തത്തിൽ പല കാഴ്ചപ്പാടുകളുണ്ട്. അതിൽ പ്രത്യേകമായൊരു കാഴ്ചപ്പാടാണ് അദ്വൈതം. അദ്വൈതത്തിൽ തന്നെ 2 കാഴ്ചപ്പാട്, ഒന്ന് വ്യാവഹാരികം, മറ്റൊന്ന് പാരമാർത്ഥികം. അതിലിവിടെ മാണ്ഡൂക്യത്തിൽ ചർച്ച ചെയ്യുന്നത് പാരമാർത്ഥിക ദൃഷ്ടിയെക്കുറിച്ചാണ്. അദ്വൈതത്തിൽ തന്നെ വ്യാവഹാരിക ദൃഷ്ടിയെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന പല ഗ്രന്ഥങ്ങളുമുണ്ട്. അതുകൊണ്ട് ആ പാരമാർത്ഥിക ദൃഷ്ടിയിൽ സൃഷ്ടി ഇല്ല, എല്ലാം പ്രാതിഭാസികം. പ്രാതിഭാസികം എന്ന് പറഞ്ഞാൽ എന്താണോ, അവിദ്യാജന്യം, മായാമയം. അതാണ് ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ല, അതിൽ യാതൊരു വാസ്തവികതയും ഇല്ല. അതുകൊണ്ട് ഇവിടെ പറയുന്നു, അതോ വിവേകിനാം അപ്രസിദ്ധേവ കാര്യകാരണഭാവ കസ്യജിത്. അതുകൊണ്ട് ഇവിടെ പറയുന്നത് വിവേകികളെ സംബന്ധിച്ചാണ്, ജ്ഞാനികളെ സംബന്ധിച്ചാണ്. അവരെ സംബന്ധിച്ചിടത്തോളം കാര്യകാരണഭാവം എന്നൊന്നില്ല. ഇവിടെ അപ്രസിദ്ധമാണ്. അങ്ങനെ ഒന്ന് കണ്ടെത്താൻ കഴിയത്തില്ല ഈ പ്രപഞ്ചത്തിൽ. അങ്ങനെ ഒന്നും നിലനിൽക്കുന്നുമില്ല. ഒരേ ഒരു പ്രതീതി തന്നെ ജാഗ്രതായും സ്വപ്നമായും അനുഭവപ്പെടുന്നു. നാസ്തി അസത് ഹേതുകം അസത് സദസത് ഹേതുകം തഥാ സച്ച സദ്ഹേതുകം നാസ്തി സദ്ഹേതുകം അസത്കുതഃ. വിപര്യാസാദ് യഥാ ജാഗ്രത് അചിന്ത്യാൻ ഭൂതവത് സ്പൃശേത് തഥാ സ്വപ്നേ വിപര്യാസാദ് ധർമാൻ തത്രൈവ പശ്യതി. പുനരപി ജാഗ്രസ്വപ്നയോഃ അസതോരപി കാര്യകാരണഭാവാശങ്കാം അപനയൻ ആഹ. ജാഗ്രസ്വപ്നയോഃ, ജാഗ്രസ്വപ്നങ്ങൾ, അസതോഃ, ഇത് രണ്ടും പ്രാതിഭാസികമാണ്.
രണ്ടും തമ്മിൽ ഒരു വ്യത്യാസമില്ല. എന്നുവെച്ചാൽ സ്വപ്നം പ്രാതിഭാസികമാണ്, ജാഗ്രത വ്യാവഹാരികമാണ്. അങ്ങനെ ഒരു ഭേദം പരമാർത്ഥ ദൃഷ്ടിയിലില്ല. അതുകൊണ്ട് അതിൽ കാര്യകാരണഭാവ ആശങ്കാം അപനയൻ, അതിൽ കാര്യകാരണ ശങ്ക, ജാഗ്രത കാരണം സ്വപ്നം കാര്യമാണ് എന്നുള്ള ഈ ശങ്കയെ നിഷേധിക്കുന്നതിന് വേണ്ടി പറയുന്നു. ഇത് ഒരേ പ്രതലത്തിൽ പല കാഴ്ചകൾ വരുന്നത് പോലെയുള്ളൂ. ജാഗ്രത സ്വപ്നം എന്ന് പറയുന്നു. ഇവിടെ പ്രതലം എന്താണ്? തുര്യൻ തന്നെ. അതുകൊണ്ടാണ് തുര്യൻ ആ പേര് കിട്ടിയത്. തുര്യൻ, നാലാമത്തത് എന്ന് പേര് കിട്ടാൻ കാരണം അതാണ്. ഒരേ തുര്യനിൽ തന്നെ ജാഗ്രത പ്രാതിഭാസികമായി പ്രതീതമാകുന്നു, കൽപ്പനാരൂപത്തിൽ പ്രതീതമാകുന്നു. നേരത്തെ പറഞ്ഞല്ലോ, ചിത്തസ്പന്ദന രൂപത്തിൽ. ഇവിടെ ചിത്തം എന്ന് പറയുമ്പോൾ സാധാരണ അദ്വൈതത്തിൽ പറയുന്ന ചിത്തം എന്നുള്ള അർത്ഥം എടുക്കരുത്. അവിടെ മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം എന്നിങ്ങനെ നാലായി പിരിച്ചിട്ട് അവിടെ ഒരു ചിത്തത്തെക്കുറിച്ച് പറയും. സ്മരിക്കുന്നതാണ് ചിത്തം. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ചിത്തം എന്ന് പറഞ്ഞാൽ ചിത്ത് എന്നുള്ള അർത്ഥത്തിലാണ്. ചിത്ത് എന്നുള്ള അർത്ഥത്തിലാണ് ചിത്തം എന്ന് പറയുന്നത്. അല്ലാതെ അത് പറഞ്ഞല്ലോ, അത് പറയുന്നത് വ്യാവഹാരിക ദൃഷ്ടി പറയുന്നതാണ്. ഇവിടെ പറയുന്നത് പാരമാർത്ഥിക ദൃഷ്ടി. അപ്പൊ ചിത്തിന്റെ സ്പന്ദനമാണ് എന്നാണ്. അതിന് ചിത്തത്തിന്റെ സ്പന്ദനം എന്ന് പറയും. അതിനാണ് അടുത്ത് അല്ലാതെ ദൃഷ്ടാന്തം പറയുന്നത്. ആ ചിത്തിന്റെ സ്പന്ദനം എന്നുള്ള നിലയ്ക്ക് ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി, ഇത് ഈ ചിത്തിൽ മാറി മാറി സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി ഈ മൂന്നവസ്ഥകൾ ഒന്നിൽ തന്നെ മാറി മാറി സംഭവിക്കുമ്പോൾ ആ ഒന്ന് അത് മാറ്റം സംഭവിക്കാതെ നിൽക്കുന്നതുകൊണ്ട് അതിനെ നാലാമത്തതെന്ന് വിളിക്കുകയാണ്. അത് നാലാമത്തേതായി നിൽക്കുന്നതുകൊണ്ടല്ല. മുമ്പ് ഭാഷ്യകാരൻ പറഞ്ഞു, സംഖ്യ കൊണ്ടുള്ള നാലാമത്തേതല്ല അത്. മൂന്നിനും ആധാരമായി മൂന്നും മാറുമ്പോൾ മാറ്റമില്ലാതെ നിൽക്കാൻ കഴിയുന്നു. അതുകൊണ്ട് ആ മൂന്നിൽ നിന്നും അതിനെ വ്യത്യാസപ്പെടുത്തി കാണിക്കണം. മൂന്നിൽ നിന്നും ഒന്നിനെ നമുക്ക് വേർതിരിച്ച് കാണിക്കണമെങ്കിൽ സാധാരണ നമ്മൾ പറയും അത് നാലാമത്തതെന്ന് പറയും. അതിന്റെ അർത്ഥം ഇത് നാലാമത്തതെന്നല്ല. അതുകൊണ്ട് തുര്യനെ കുറിച്ചുള്ള നമ്മുടെ സങ്കല്പം എന്താണ്? അത് ജാഗ്രതയിലില്ലാത്തതാണ്, സ്വപ്നത്തിലില്ലാത്തതാണ്, സുഷുപ്തിയിലില്ലാത്തതാണ്. അത് മറ്റെവിടെയാണ്, പോയി കണ്ടുപിടിക്കേണ്ട ഒരു കാര്യമാണെന്നുള്ള ആ ഒരു സങ്കല്പം അത് മുമ്പ് പറഞ്ഞതുപോലെ നമ്മൾ വ്യാവഹാരികമായി സങ്കല്പിച്ചെടുക്കുന്നതാണ്. അങ്ങനെ തോന്നത്തക്ക രീതിയിൽ ചിലടത് കാര്യങ്ങളെ വിശദീകരിക്കുന്നു. പക്ഷെ അത് പാരമാർത്ഥിക ദൃഷ്ടിയല്ല. ജാഗ്രത, സ്വപ്ന, സുഷുപ്തികൾക്ക് ആധാരമായി അല്ലെങ്കിൽ ജാഗ്രത, സ്വപ്ന, സുഷുപ്തികളെ നിലനിർത്തുന്നത്, ജാഗ്രതത്തിലും സ്വപ്നത്തിലും സുഷുപ്തിയിലും എല്ലാം പരമാർത്ഥത്തിലുള്ളത്, അത് ഈ പ്രതീതിയിൽ നിന്നും ഈ ഭാനത്തിൽ നിന്നും വേറിട്ട് നിൽക്കുന്നുണ്ട്. അതിന് തുര്യം. മൂന്നിൽ നിന്നും വേറിട്ടതുകൊണ്ട് നാലാമത്തത് എന്ന് പറയും. അവിടെ ആ നാലാമത്തത് തുര്യനിൽ
ഈ മൂന്നെണ്ണം സ്വതന്ത്രമായി നിൽക്കുകയാണ്. ജാഗ്രത, സ്വപ്നവും സുഷുപ്തി. നമ്മൾ സാധാരണ അദ്വൈതത്തിൽ പഠിക്കുക എന്താണോ? സുഷുപ്തി കാരണശരീരം, അതിൽ നിന്ന് ജാഗ്രത സ്വപ്നം ഉണ്ടാകുന്നു. അപ്പോൾ സുഷുപ്തിയെ കാരണമായി പറഞ്ഞ് ജാഗ്രത സ്വപ്നങ്ങളെ കാര്യമായി പറയും. ആ സുഷുപ്തിയിൽ നിന്ന് ജാഗ്രത, ആ ജാഗ്രതയുടെ സംസ്കാരങ്ങളുടെ സ്വപ്നം, അതുകൊണ്ട് ഇതിന് രണ്ടിനും കാരണം സുഷുപ്തിയാണെന്ന് പറയും. അങ്ങനെ അദ്വൈതത്തിൽ പറയാറുണ്ട്. പക്ഷെ അതും എങ്ങനെ? ഇവിടെ ഈ മുമ്പ് പറഞ്ഞ തത്വദൃഷ്ടിയിലല്ല, വ്യാവഹാരിക ദൃഷ്ടിയിൽ, പരമാർത്ഥ ദൃഷ്ടി പറയുന്നില്ല. പരമാർത്ഥ ദൃഷ്ടിയിൽ ഇവിടെ കാര്യകാരണ ബന്ധമില്ല. ജാഗ്രത, സ്വപ്ന, സുഷുപ്തികൾക്ക് പരസ്പരം കാര്യകാരണ ബന്ധമില്ല. അതാണ് അദ്വൈതം. എന്തുകൊണ്ട് കാര്യകാരണ ബന്ധമില്ല? കാരണം ഇവിടെ കാര്യമായിട്ടൊന്നില്ല. കാര്യമായി ഒന്നില്ലെങ്കിൽ പിന്നെ കാരണത്തെ അന്വേഷിക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ ചോദിക്കും, തുര്യൻ കാരണമല്ലേ? ആത്മാവ് കാരണമല്ലേ? അല്ലെങ്കിൽ പരമാത്മാവ് കാരണമല്ലേ? പരമാത്മാവിൽ നിന്നല്ലേ ഈ സൃഷ്ടിയെല്ലാം ഉണ്ടായത്? ശരി, പരമാത്മാവിൽ നിന്നും യഥാർത്ഥത്തിൽ ഒരു സൃഷ്ടി ഉണ്ടായെങ്കിൽ തീർച്ചയായും അതിന് കാരണം വേണം. ഇവിടെ അതിനെയാണ് നിഷേധിക്കുന്നത്. അങ്ങനെ യഥാർത്ഥത്തിൽ ഒരു സൃഷ്ടി ഉണ്ടായിട്ടേ ഇല്ല. പിന്നെ ഈ സൃഷ്ടിയോ അതൊരു പ്രതീതി, സൃഷ്ടി ഒരു ഭാനമാണ്. അതെങ്ങനെ സംഭവിക്കുന്നു? ആവിദ്യകം ഇവിടെ പറയുന്നതാണ്. അവിദ്യ കൊണ്ട് സംഭവിക്കുന്നതാണ്. അതൊരു കാര്യമല്ല, വസ്തുതയുള്ള ഒരു കാര്യമല്ല. അതുകൊണ്ട് അതിനൊരു കാരണത്തിന്റെ ആവശ്യമില്ല. അതുകൊണ്ട് നമ്മുടെ അനുഭവത്തിൽ, നമ്മുടെ ഈ പ്രതീതിയിൽ കാര്യകാരണ ബന്ധത്തെ അന്വേഷിക്കേണ്ട ആവശ്യമേ ഇല്ല. കാരണം അങ്ങനെയൊന്നും നിലനിൽക്കുന്നില്ല പരമാർത്ഥത്തിൽ. ഇതാണ് തത്വദൃഷ്ടി. ആ തത്വദൃഷ്ടിക്കനുസരിച്ചാണ് ഇവിടെ പറയുന്നത്. എന്താണ്? ജാഗ്രത, സ്വപ്ന, സുഷുപ്തി, ഇത് മൂന്നും ഒന്ന് മറ്റൊന്നിന്റെ കാര്യമോ ഒന്ന് മറ്റൊന്നിന്റെ കാരണമോ അല്ല. ഇത് കേവലം ഭാനം മാത്രമാണ്. പക്ഷേ ബ്രഹ്മസൂത്രത്തിൽ, അദ്വൈതത്തിൽ തന്നെ പറഞ്ഞു, ജന്മാദ്യസ്യത നമ്മൾ പഠിച്ചതാണ്. അസ്യ ജഗത, ഈ ജഗത്തിന് ജന്മാദികൾ എന്നുവെച്ചാൽ ഈ ജഗത്തിന്റെ ജന്മാദി എവിടെ നിന്നാണോ സംഭവിക്കുന്നത് അതാണ് ജഗത് കാരണം, അതാണ് ബ്രഹ്മം എന്ന് അവിടെ പഠിച്ചു. വിശദമായി അവിടെ ചർച്ച ചെയ്തു. അതങ്ങനെ അല്ല എന്ന് പറയുന്ന സാഖ്യന്മാരെയും മറ്റും നിഷേധിക്കുന്നു. ജഡമായിരിക്കുന്ന പ്രകൃതി, അതിൽ നിന്നാണ് ഈ പ്രപഞ്ചം ഉണ്ടായത് എന്നെല്ലാം പറയുന്നതിനോട് നിഷേധിക്കുന്നുണ്ട്. നിഷേധിച്ചിട്ട് അവിടെ യുക്തിയുക്തം സപ്രമാണം അവിടെ സമർത്ഥിക്കുന്നു. ഈ ജഗത്തിന് കാരണമായി ബ്രഹ്മം ഉണ്ടാകുന്നു. അതും അദ്വൈതമാണല്ലോ. ഇവിടെ പറയുന്നു അദ്വൈതമാണ്. അത് പിന്നെ എങ്ങനെ സംഭവിച്ചു? ഈ അദ്വൈതം ബ്രഹ്മസൂത്രത്തിൽ അദ്വൈതം ഇവിടുന്ന് വന്നു. അതിന് സമാധാനമാണ് അടുത്ത് പറയാൻ പോകുന്നു. അതിന്റെ തുടക്കമായിട്ടാണ് ഇവിടെ പറയുന്നത് പുനരഭി ജാഗ്രത സ്വപ്നയോഹോ അസതോരഭി. അത് പറയാൻ വേണ്ടി പറയുകയാണ്. ഈ ജാഗ്രത സ്വപ്നങ്ങൾ വെറും പ്രാതിഭാസികമാണ്. രണ്ടും ഒരേപോലെ പ്രാതിഭാസികമാണ്. അതുകൊണ്ട് ഇവിടെ ഒന്ന് തന്നെ, രണ്ടല്ല. അസതോരഭി കാര്യകാരണ ഭാവാശങ്കാം അപനയൻ. അതുകൊണ്ട് തന്നെ ഇവയ്ക്ക് പരസ്പരം കാര്യകാരണ ബന്ധമില്ല. അങ്ങനെ ഉണ്ടാകാം എന്നുള്ള ആശങ്കയുണ്ടെങ്കിൽ അപനയൻ, അതിനെ നിഷേധിക്കാൻ വേണ്ടി നിഷേധിച്ചുകൊണ്ട് പറയുകയാണ്. വിപര്യാസ അവിവേകത യഥാ ജാഗ്രത്
ജാഗരിതേ അചിന്യാൻ ഭാവാൻ അശക്യ ചിന്തനീയാൻ രജ്ജുസർപ്പാദീൻ ഭൂതവത് പരമാർത്ഥവത് സ്പൃശന്നിവ വികൽപ്പയേത്. വിപര്യാസ അവിവേകതഃ അവിവേകം കൊണ്ട് യഥാ വിപര്യാസാത് യഥാ ജാഗ്രത് ജാഗ്രത് ജാഗ്രത ഈ ഉണർന്നിരിക്കുന്ന ഈ അവസരത്തിൽ അചിന്യാൻ ഭാവാൻ അശക്യ ചിന്തനീയ ചിന്തിച്ച് നിർണയിക്കാൻ കഴിയാത്തവ ഇത് ഇവ തമ്മിലുള്ള പരസ്പര ബന്ധം എന്താണ്, ഇതിലേതാണ് കാരണം, ഏതാണ് കാര്യം, ഇതിന്റെ സൃഷ്ടി ഉത്പത്തി എങ്ങനെ സംഭവിക്കുന്നു, ഇതെങ്ങനെ നിലനിൽക്കുന്നു, ഇതിന്റെ അവസാനം എങ്ങനെയാണ്, ഇത് സത്താണോ അസത്താണോ, ഒരു തരത്തിലും ഇത് ചിന്തിക്കാൻ സാധ്യമേ അല്ല. ചിന്തിക്കാം, പക്ഷെ ചിന്തിച്ച് ആത്യന്തികമായ ഒരു നിർണയത്തിൽ എത്തി അവിടെ തന്നെ ഉറച്ചു നിൽക്കാൻ കഴിയത്തില്ല. നമ്മൾ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ചിന്തിച്ചൊരു നിർണയത്തിൽ എത്തിച്ചേർന്നാൽ അവിടെ നമുക്ക് ചിന്ത അവസാനിപ്പിക്കാൻ ഒക്കത്തില്ല, വീണ്ടും ചിന്തിക്കേണ്ടി വരും. വീണ്ടും ചിന്തിക്കുമ്പോൾ നമ്മളുടെ ആ നിർണയം മാറിപ്പോകും, ചിന്തയൊട്ട് അവസാനിക്കത്തുമില്ല. അതുകൊണ്ടാണ് ഈ ഭൗതികമായ വിഷയങ്ങളെക്കുറിച്ച് വളരെ ചിന്തിച്ച് പരീക്ഷണ നിരീക്ഷണങ്ങളെല്ലാം നടത്തി ഓരോ സിദ്ധാന്തങ്ങൾ ആവിഷ്കരിച്ചാൽ ആ സിദ്ധാന്തത്തിൽ അങ്ങനെ ആവിഷ്കരിക്കുന്നവർക്ക് ഉറച്ചു നിൽക്കാൻ കഴിയാത്ത, കാരണം ചിന്ത അവിടെ അവസാനിക്കുന്നില്ല. ഇത് അശക്യ ചിന്തനീയാൻ ആണ്, വീണ്ടും ചിന്തിക്കേണ്ടി വരും. വീണ്ടും ചിന്തിക്കേണ്ടി വരുമ്പോൾ എന്ത് ബോധ്യപ്പെടും? നേരത്തെ ചിന്തിച്ച് എത്തിയിടത്തിന് അപ്പുറം വീണ്ടും പോകണം. അത് അവസാന വാക്കല്ല, അവസാന ചിന്തയല്ല, വീണ്ടും ചിന്തിക്കണം. അവ്യവസ്ഥിതമായി ഇതിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അശക്യ ചിന്തനീയാൻ രജ്ജുസർപ്പാദീൻ ഭൂതവത് പരമാർത്ഥവത് സ്പൃശന്നിവ. ജാഗ്രതയിൽ തന്നെ നോക്കുക, രജ്ജുവും സർപ്പവും രണ്ടു തരത്തിൽ, ഒന്നിനെ കാൽപ്പനികമായി അനുഭവപ്പെടുന്നു, ഒന്നിനെ പരമാർത്ഥമായി അനുഭവപ്പെടുന്നു. പരമാർത്ഥവത് സ്പൃശന്നിവ, വാസ്തവത്തിൽ അനുഭവപ്പെടുന്നത് പോലെ വികൽപ്പയെ ഭ്രമിക്കുന്നു. രണ്ടിനെ എടുക്കണം, സർപ്പത്തെ മാത്രം എടുത്താൽ പോരാ, രജ്ജുവിനെ എടുക്കണം. സർപ്പത്തെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അത് സത്യമാണെന്ന് തോന്നുന്നു. ആ കാഴ്ച മറിഞ്ഞാലോ പിന്നെ തോന്നുന്നു രജ്ജുവാണ് സർപ്പമാണ്, സത്യമാണ്. രജ്ജു സത്യമാണെന്ന് തോന്നുന്നു. അങ്ങനെ അനുഭവിക്കുന്നത് പോലെ ഭ്രമിക്കുന്നു, സത്യമായി അനുഭവിക്കുന്നത് പോലെ ഭ്രമിക്കുന്നു. കശ്ചിത് യഥാ തഥാ സ്വപ്നെ വിപര്യാസ ഹസ്ത്യാദീൻ ധർമാൻ പശ്യന്നിവ വികൽപ്പയതി. ഇത് തന്നെയാണ് സ്വപ്നത്തിൽ സംഭവിക്കുന്നത്. അവിടെയും ഇതേ ഭ്രാന്തി തന്നെ. ഹസ്ത്യാദീൻ ധർമാൻ പശ്യന്നിവ, ഹസ്ത്യാദികളെ, അവിടുത്തെ ധർമ്മങ്ങളെ, തുര്യനിൽ കാണുന്ന ധർമ്മങ്ങളെ സത്യത്തിൽ കാണുന്നത് പോലെ വികൽപ്പയതി ഭ്രമിക്കുന്നു. ഇവിടെ തത്രൈവ, അവിടെ തന്നെ കാണുന്നു. നമ്മൾ സാധനം പറയാറുണ്ടല്ലോ, അതിവിടെ കണ്ട ആന, ആനയുടെ സംസ്കാരം, അതുകൊണ്ട് അവിടെ ഒരു ആനയെ കണ്ടു എന്ന് പറയുന്നു. അങ്ങനെയല്ല. നതു ജാഗരിത ഉത്പദ്യമാനാൻ, നമ്മളവിടെ അങ്ങനെ കാണുന്നില്ല. ഇതിവിടെ കണ്ട അനുഭവത്തിലെ സംസ്കാരത്തിൽ നിന്നാണ് അവിടെ ഉണ്ടായെങ്കിൽ അതവിടെ അറിയണം എന്താണ്. ഇതാ ഈ കാണുന്ന ആന, എനിക്ക് മുമ്പ് ഒരു ജാഗ്രത അനുഭവം ഉണ്ടായി, അനുഭവത്തിൽ എനിക്ക് അതിന്റെ സംസ്കാരം ഉണ്ടായി, ആ സംസ്കാരത്തിൽ നിന്ന് ഇത് സ്വപ്നമാണ്, ഈ സ്വപ്നത്തിൽ ഇങ്ങനെ ഒരു ആനയെ കാണുന്നു. ഇങ്ങനെയല്ല നമ്മൾ അറിയുന്നത്. ഇവിടെ അറിയുന്ന പോലെ തന്നെ അറിയുന്നു. ഇതുപോലെ ജാഗ്രതയായി തന്നെ അവിടെ അറിയുന്നു. അങ്ങനെയാണെങ്കിൽ പിന്നെ ഇവയ്ക്ക് എങ്ങനെ പരസ്പര കാര്യകാരണഭാവം വരും എന്നാണ്. പരസ്പരം കാര്യകാരണഭാവം ഉണ്ടെങ്കിൽ അത് അവിടെ അറിയണമായിരുന്നു.
ഇവിടെ ഇരുന്നുകൊണ്ട് നമുക്കിപ്പോൾ പറയാൻ കഴിയുന്നു. പക്ഷെ അവിടെ ചെന്നത് പറയാൻ കഴിയുന്നില്ല. എന്തുകൊണ്ട്? അവിടെ അത് ജാഗ്രതയായി തന്നെ അനുഭവപ്പെടുന്നു. അപ്പോൾ അവിടെ മറ്റൊരു ജാഗ്രത എന്ന് പറയുന്ന ഒരു വിഷയമേ അവിടെ ഇല്ല. അവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ജാഗ്രത തന്നെ. അതുകൊണ്ട് തന്നെ മറ്റൊരു ജാഗ്രതത്തിന്റെ സംസ്കാരം ഇതൊന്നും കൊണ്ടാണ് ഈ അനുഭവം എന്നതിനെ നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഇവയ്ക്ക് പരസ്പരം യാതൊരു ബന്ധവുമില്ല. ഇവിടെ പരസ്പരം ബന്ധമില്ലാത്തവയെ ബന്ധപ്പെടുത്തി കാണിക്കുന്നു. എന്താണ് ഇവിടെ അങ്ങനെ ബന്ധപ്പെടുത്തുന്നത്? ആ മായാശക്തി. അതുതന്നെ അവിടെയും പരസ്പരം ബന്ധമില്ലാത്തവയെ ബന്ധപ്പെടുത്തി കാണിക്കുന്നു. ഇവിടെ പരസ്പരം കാര്യകാരണഭാവം ഇല്ലാത്തവയ്ക്ക് കാര്യകാരണഭാവത്തെ ഉണ്ടാക്കി കാണിക്കുന്നു. അതുപോലെ തന്നെ അവിടെ സംഭവിക്കുന്നു. ഇവിടെ നമ്മളെന്ത് കരുതുന്നു? വസ്ത്രത്തിനും നൂലിനും കാര്യകാരണ ബന്ധമുണ്ടെന്ന് കരുതുന്നു. വാസ്തവത്തിൽ അവിടെ അങ്ങനെ കാര്യകാരണഭാവം ഇല്ല. നമ്മൾ കരുതുന്നത് പോലെയുള്ള, നമ്മൾ ധരിച്ചിരിക്കുന്നത് പോലെയുള്ള ഒരു കാര്യകാരണഭാവം വസ്ത്രത്തിനും നൂലിനുമില്ല. എന്തുകൊണ്ട്? അവിടെ നൂലിൽ നിന്ന് വേറിട്ടൊരു വസ്ത്രമേ ഉണ്ടായിട്ടില്ല, ഒരു കാര്യമേ ഉണ്ടായിട്ടില്ല. കാര്യം ഉണ്ടാകാതിരിക്കെ നമ്മൾ ഒരു കാര്യത്തെ കൽപ്പിച്ചിട്ട് ആ കാര്യത്തിനൊരു കാരണം ഉണ്ടെന്ന് പറഞ്ഞ് ഇല്ലാത്ത ഒന്നിനെയും ഉണ്ടെന്ന് നമ്മൾ ധരിച്ചിരിക്കുന്ന ഒന്നിനെയും പരസ്പരം ബന്ധപ്പെടുത്തുന്നു. എന്നിട്ട് വസ്ത്രത്തിലും നൂലിലും കാര്യകാരണത്തെ നമ്മൾ ആരോപിക്കുന്നു. വസ്ത്രം ഇല്ലല്ലോ അവിടെ. നൂലിൽ നിന്ന് വേറിട്ട് വസ്ത്രം എന്ന് പറയുന്ന ഒന്നും ഉണ്ടായിട്ടേ ഇല്ല. എന്നാലും നമ്മൾ കൽപ്പിക്കുന്നു. എന്തുകൊണ്ട് കൽപ്പിക്കുന്നു? ഇല്ലാത്തവയ്ക്ക് പരസ്പരം ബന്ധത്തെ കൽപ്പിക്കുന്നതിനാണ് മായാശക്തി എന്ന് പറയുന്നത്. അതിനാണ് ആവിദ്യകം എന്ന് പറയുന്നത്. ഇത് തന്നെ അവിടെ സംഭവിക്കും. അതാണ് സംഭവിക്കുന്നതെങ്കിൽ വാസ്തവത്തിൽ ഈ ജാഗ്രതത്തിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യകാരണ രൂപത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇവയ്ക്ക് തന്നെ പരമാർത്ഥത്തിൽ ചിന്തിക്കുമ്പോൾ കാര്യകാരണ ബന്ധമില്ലെങ്കിൽ ഇതിൽ നിന്നും വേറിട്ട് അനുഭവപ്പെടുന്ന സ്വപ്നത്തിനും ഇതിനും തമ്മിൽ എങ്ങനെ കാര്യകാരണ ബന്ധം വരും? അങ്ങനെ വരത്തില്ല എന്നാണ് പറയുന്നത്. ചിന്തിക്കുന്നവർക്ക് വരത്തില്ല, വിവേകികൾക്ക് വരത്തില്ല, അജ്ഞന്മാർക്കത് ഉണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. വിപര്യാസാത് യഥാ ജാഗ്രത് അചിന്ത്യാൻഭൂതവത്സ്പൃശേത് തഥാ സ്വപ്നേ വിപര്യാസാത് ധർമാൻ തത്രൈവ പശ്യതി ഉപലംഭാത് സമാചാരാത് അസ്തി വസ്തുത്വവാദിനാം ജാതിസ്തു ദേശിത ബുദ്ധൈ അജാതേസ്ത്രസദം സദാ. യാപി ബുദ്ധൈ അദ്വൈതവാദിഭി ജാതി ദേശിത ഉപദിഷ്ഠ. നേരത്തെ ചോദിച്ച ചോദ്യം ഇവിടെ വീണ്ടും ചോദിക്കുകയാണ്. നിങ്ങൾ പറയുന്നു ഒന്നും ജനിച്ചിട്ടില്ല, പക്ഷേ നിങ്ങൾ തന്നെ, അദ്വൈതികൾ തന്നെ ഈ ജന്മത്തെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ. അതാണല്ലോ ജന്മാദ്യസ്യ യതഃ ശാസ്ത്രയോനിത്വ. ബ്രഹ്മസൂത്രം പോലെയുള്ള ഗ്രന്ഥങ്ങളിൽ അദ്വൈതികൾ തന്നെ പറയുന്നു. പിന്നെ മറ്റു വേദാന്തികളുടെ കാര്യം പറയാനുണ്ടോ? വേദാന്തം എന്ന് പറഞ്ഞാൽ ഉപനിഷത്ത്. ഉപനിഷത്തിനെ പ്രമാണമായി സ്വീകരിച്ചിരിക്കുന്ന എല്ലാവരും വേദാന്തികളാണ്. എന്നുവെച്ചാൽ ദ്വൈതിയാകാം, അദ്വൈതിയാകാം, വിശിഷ്ടാദ്വൈതിയാകാം, മറ്റെന്തെങ്കിലും ആകാം. അങ്ങനെ വേദാന്തികൾ ധാരാളം പേരുണ്ട്. പക്ഷെ അദ്വൈതി എന്ന് പറയുന്ന ഒരു കൂട്ടരേ ഉള്ളൂ. എല്ലാ വേദാന്തികളും അദ്വൈതികളല്ല. ദ്വൈതിയും വേദാന്തിയാണ്, പക്ഷെ അദ്വൈതിയാണ്. അദ്വൈതത്തെ താത്വികമായി
സ്വീകരിക്കുന്നവർ മാത്രമേ അദ്വൈതികളെന്ന് പറയാൻ പറ്റൂ. ഏതാണ് ബ്രഹ്മസത്യം ജഗത് മിഥ്യ എന്ന് പറയുന്നവർ. ആ അദ്വൈതികൾ തന്നെ മറ്റുള്ള വേദാന്തികളെ വിടുക. ആ അദ്വൈതികൾ തന്നെ ജഗത് സൃഷ്ടിയെക്കുറിച്ച് പറയുന്നു, സൃഷ്ടിക്ക് കാരണമായ ഈശ്വരനാണെന്ന് പറയുന്നു. എന്നിട്ടിവിടെ ഇവിടെ ഇപ്പോൾ ആചാര്യൻ പറയുന്നു സൃഷ്ടിയേയില്ല, അജാതി അല്ലെങ്കിൽ അജാതം അതിനെക്കുറിച്ച് പറയുന്നു. എല്ലാം കേവലം ഭാനം പ്രതീതി പ്രാതിഭാസികം എന്ന് പറയുന്നു. ഇത് സൃഷ്ടി സംഭവിച്ചിട്ടേ ഇല്ലെന്നാ പറയുന്നു. എല്ലാം സ്വപ്നമാണെന്നാണ് ഇവിടെ പറയുന്നത്. ഇതെങ്ങനെ ശരിയാകും? ഒരേ ശാസ്ത്രത്തിൽ തന്നെ പരസ്പര വിരുദ്ധമായ രണ്ട് കാര്യങ്ങൾ പറയും. ഒരിടത്ത് പറയുന്നു സൃഷ്ടിയുണ്ട്, സൃഷ്ടിക്ക് കാരണം ഈശ്വരനാണെന്ന്. ഇവിടെ പറയുന്നു അങ്ങനെ ഒന്നില്ലെന്ന്. അതാണ് ബുദ്ധൈഹി, ബുദ്ധന്മാർ എന്ന് പറഞ്ഞാൽ ഇവിടെ അദ്വൈതവാദിഭി. വീണ്ടും ബുദ്ധശബ്ദം വന്നു. അതുകൊണ്ടിവിടെ ബുദ്ധൻ എന്ന് പറയുന്നത് ആദിബുദ്ധനാണ് എന്ന് പറയുന്നവരുണ്ട്. പക്ഷെ ഇവിടെ ഭാഷ്യകാരൻ ബുദ്ധനെ അദ്വൈതവാദിയായിട്ടാണ് എടുത്തിരിക്കുന്നത്. യാവി ബുദ്ധൈഹി അദ്വൈതവാദിഭി ജാതിർദ്ദേശിത ഉപദിഷ്ഠ. അവർ ജന്മത്തെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ. പറയുന്നു. എന്തുകൊണ്ടത് പറയുന്നു? അദ്വൈതത്തിൽ തന്നെ ജന്മത്തെക്കുറിച്ചും പറയേണ്ടി വരും ചില സ്ഥലങ്ങൾ. അതാണ് നേരത്തെ പറഞ്ഞത്. ഒന്ന് വ്യാവഹാരികമായ ദൃഷ്ടി, മറ്റൊന്ന് പാരമാർത്ഥികമായ ദൃഷ്ടി. അദ്വൈതത്തിലെ തത്വപ്രതിപാദനം രണ്ടു തരത്തിലാണ് പോകുന്നത്. മറ്റു വേദാന്തികളുടെ കാര്യം വിടാം, അദ്വൈതിയെ മാത്രം എടുക്കാം. അത് രണ്ട് ശൈലിയിൽ കാര്യങ്ങൾ പറയുക എന്ന് പറയുന്നത് അദ്വൈതത്തിന്റെ ഒരു രീതിയാണ്. എന്തുകൊണ്ട് ഉപലംഭനം ഉപലംഭ തസ്മാ ഉപലബ്ധി ഇത്യർത്ഥ. സൃഷ്ടി ഉണ്ടെന്ന് എന്തുകൊണ്ട് പറയുന്നു? അദ്വൈതത്തിൽ തന്നെ എന്തുകൊണ്ട് അംഗീകരിക്കുന്നു? വളരെ സ്പഷ്ടമാണ്. സൃഷ്ടി അനുഭവപ്പെടുന്നുണ്ട്. ഒരുവൻ ദ്വൈതിയായാലും അദ്വൈതിയായാലും ഇതൊന്നും അല്ലെങ്കിലും അവന്റെ അനുഭവം അവനെ സംബന്ധിച്ചിടത്തോളം മുഖ്യമാണ്. ഒരാൾക്ക് അനുഭവത്തിൽ തുടങ്ങി ചിന്തിക്കാൻ പറ്റും. അനുഭവത്തെ പാടെ നിഷേധിച്ചിട്ട് ആർക്കും ചിന്തിക്കാൻ പറ്റത്തില്ല. അപ്പൊ സർവ്വസാധാരണമായ അനുഭവം എന്താണ്? ഇവിടെ സൃഷ്ടി സംഭവിക്കുന്നു എന്നാണ്. ചിന്തിക്കുന്നവനും ഒരു സൃഷ്ടിയാണ്. സ്വയം തന്നെ ഒരു സൃഷ്ടിയായി കാണുന്നു. പിന്നെ ബാഹ്യമായി, ശരീരബാഹ്യമായി സർവത്ര സൃഷ്ടി സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇതാണ് ഈ അനുഭവം. ഈ അനുഭവത്തെ പാടെ നിരാകരിച്ചിട്ട് ഇത് സ്വപ്നമാണ്, മായയാണ് എന്ന് പറഞ്ഞാൽ അത് യുക്തിക്ക് യോജിക്കാതെ വരും. നേരത്തെ പറഞ്ഞല്ലോ, വ്യാവഹാരികമായ തലം എന്ന് പറയുന്നത് അനുഭവത്തെ യുക്തിയെ ആശ്രയിക്കുന്ന ഒരു തലമാണ്. അപ്പൊ അനുഭവത്തെ നിഷേധിച്ചിട്ട് യുക്തിക്ക് നിരക്കാത്ത ഉപദേശിച്ചാൽ അത് കേൾക്കേണ്ട ആണ് കാണത്തില്ല, അതിനാരെയും കിട്ടത്തില്ല. അതുകൊണ്ട് ഉപലബ്ധേഹേ, അനുഭവത്തെ ആശ്രയിച്ച് സൃഷ്ടി ഉണ്ടെന്ന് തന്നെ പറയുന്നുണ്ട്. ആണ് ജന്മാദ്യസ്യേതഃ ശാസ്ത്രയോനിത്വ എന്നെല്ലാം പറയുന്നതാണ്. അല്ലെങ്കിൽ അതും ഇതും കൂടെ കേൾക്കുമ്പോൾ നമുക്ക് ഒരു ഭ്രമം ഉണ്ടാകും. അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ജഗത്ത് ഏതിൽ നിന്നാണോ ഉണ്ടായത് അത് ബ്രഹ്മമാണ്. ഈ ജഗത്താണെങ്കിലോ ഇത് അനാദിയായി അനന്തമായി നിലനിൽക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞിരിക്കും. ഇവിടെ കാര്യവും കാരണവുമുണ്ട്. ഇത് അനുഭവമാണ്, യുക്തിക്ക് യോജിക്കുന്നതുമാണ്. ഇതിനെ ആശ്രയിച്ചുകൊണ്ട് അങ്ങനെയും പറഞ്ഞിട്ടുണ്ട്. സൃഷ്ടിയെ, ജാതിയെ, ജന്മത്തെ അവിടെ അംഗീകരിച്ചിരിക്കുന്നു. ജാതി എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ പറയുന്ന ജാതിയല്ല, ബ്രാഹ്മണ ക്ഷത്രിയ ജാതിയല്ല. ജാതി എന്ന് പറഞ്ഞാൽ ജന്മം. ജാതിക്ക് അങ്ങനെ ഒരർത്ഥമുണ്ട്.
ഓരോ വാക്കുകൾ സന്ദർഭം അനുസരിച്ച് അർത്ഥം മാറുന്നത് എങ്ങനെയെന്ന് നോക്കും. ഇപ്പം ജന്മത്തെക്കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നത് അറിവുള്ളവർ അദ്വൈതികൾ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ അനുഭവത്തെ അംഗീകരിച്ചുകൊണ്ടാണ്. അത് മാത്രമല്ല സമാചാര വർണ്ണ ആശ്രമാദി ധർമ്മ സമാചരണ. ഇവിടെ പറയും ശ്രോത്രിയന്മാർ തന്നെ വേദ അധ്യയനം ചെയ്തവര് തന്നെ അവർ വർണ്ണം ആശ്രമം ഇവയെല്ലാം വർണ്ണം എന്ന് പറയുമ്പോൾ ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്രാദി വർണ്ണങ്ങൾ, ആശ്രമം എന്ന് പറയുമ്പോൾ ബ്രഹ്മചര്യം ഗർഭസ്ഥ്യം വാനപ്രസ്ഥം സന്യാസം ഈ ആശ്രമങ്ങൾ ഇവയെല്ലാം ധർമ്മമായി സ്വീകരിച്ചുകൊണ്ട് ഈ വ്യവസ്ഥിതികളെ അവർ ആചരിക്കുന്നു, പരിപാലിക്കുന്നു. ഇതിനനുസരിച്ച് അവരുടെ ജീവിതം ചിട്ടപ്പെടുത്തുന്നു. അപ്പോൾ വർണ്ണത്തെയും ആശ്രമത്തെയും അംഗീകരിച്ചുകൊണ്ട് അതിനനുസരിച്ച് ആചരണം നടത്തുന്നവർക്ക് അവരോട് അവർ ശ്രോത്രിയന്മാരായാലും എന്നുവെച്ചാൽ വേദം അധ്യയനം ചെയ്തവരായാലും അവരോടും സൃഷ്ടിയെ നിഷേധിക്കാൻ പറ്റത്തില്ല. അവരുടെ ആചരണത്തിനനുസരിച്ച് സൃഷ്ടിയെ നിഷേധിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ എന്ത് വർണ്ണം എന്ത് ആശ്രമം, പിന്നെ എന്ത് അനുഷ്ഠിക്കാൻ എന്ത് അനുഷ്ഠിക്കാതിരിക്കാൻ അങ്ങനെ വന്നു ചേരും. സമൂഹത്തിൽ തന്നെ അവ്യവസ്ഥ വന്നു ചേരും. അതുകൊണ്ട് ആചാര്യന്മാർ ധർമ്മ ആചരണത്തിന് വേണ്ടിയും സൃഷ്ടിയെക്കുറിച്ച് പറയുന്നുണ്ട്. അല്ലെങ്കിൽ സമൂഹത്തിൽ ധർമാചരണം നിൽക്കത്തില്ല. അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് പറയുന്നവർ എല്ലാം അറിഞ്ഞിട്ടാ പറയുന്നു. അദ്വൈതം പറയുമ്പോൾ നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ, നമ്മളെന്ന് പറഞ്ഞാൽ നമ്മളല്ല വിവരദോഷികൾ. ശങ്കരാചാര്യര് അദ്വൈതം പറഞ്ഞു, ജഗത്ത് മിഥ്യയാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് എല്ലാ ആൾക്കാരും ജഗത്ത് മിഥ്യയാണെന്ന് ബോധിച്ചു. അങ്ങനെയാണ് ഈ ലോകം നശിച്ചുപോയെന്ന് പറയുന്നത്. അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. ശങ്കരാചാര്യൻ എന്താ വ്യാഖ്യാനിച്ചത്? ജന്മാദ്യസ്യതഃ ശാസ്ത്രയോനിത്വ. അതൊക്കെ വ്യാഖ്യാനിച്ചിട്ട് എന്താ സമർത്ഥിച്ചത്? ബ്രഹ്മത്തിൽ നിന്നും ഇവിടെ ഒരു ജഗത്തുണ്ടായി, ആ ജഗത്തിൽ ധർമ്മം നിലനിൽക്കുന്നു, നിലനിൽക്കണം, വർണ്ണ ആശ്രമ ധർമ്മങ്ങളെല്ലാം ഇവിടെ ആവശ്യമാണ് എന്നൊക്കെയാ പറഞ്ഞത്. അല്ല ഇതിനെയൊന്നും നിഷേധിക്കുകയല്ല ചെയ്തത്. എന്തുകൊണ്ട് ഇതെല്ലാം നിലനിൽക്കണമെന്ന് പറഞ്ഞു? വ്യാവഹാരിക ദൃഷ്ട്യ. അതാണ് ഇവിടെ പറഞ്ഞത്. വർണ്ണാശ്രമാദി ധർമ്മ സമാചരണ. വർണ്ണാശ്രമാദി ധർമ്മ സമാചരണം ഇവിടെ നടക്കണം. അതിനെന്തെങ്കിലും ദോഷങ്ങളുണ്ടോ ഗുണമുണ്ടോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം, അത് മറ്റൊരു വിഷയം. പക്ഷേ വർണ്ണാശ്രമാദി ധർമാചരണം അത് ആവശ്യമാണ് എന്ന് തന്നെയാണ് അദ്വൈതിയുടെ നിലപാട്. വ്യാവഹാരികമായ ദൃഷ്ടിയ കാലം കൊണ്ടൊക്കെ അതിൽ ഗുണവും ദോഷങ്ങളും ഒക്കെ സംഭവിക്കാമെന്നുള്ളത് മറ്റൊരു കാര്യം. പക്ഷേ അതാവശ്യമാണ് എന്നുള്ളതാണ്. ധർമാചരണം ആവശ്യമാണ്. അതിനനുസരിച്ച് വ്യാവഹാരിക ദൃഷ്ടിയിൽ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിയെക്കുറിച്ചും അതിന്റെ കാരണത്തെക്കുറിച്ചും എല്ലാം പറഞ്ഞ് സമർത്ഥിച്ചു. താഭ്യാം ഹേതുഭ്യാം അസ്തി വസ്തുത്വവാദിനാം അസ്തി വസ്തുഭാവൈത്യേവം വദനശീലാനാം ദൃഢ ആഗ്രഹവതാം ശ്രദ്ധാനാനാം മന്ദവിവേകിനാം അർത്ഥോപായത്വേന സാ ദേശിത ജാതി. താഭ്യാം ഹേതുഭ്യാം, രണ്ട് ഹേതുക്കൾ. എന്താണ്? ഉപലംഭ സമാചാര. ഒന്ന് അവന്റെ അനുഭവം, മറ്റൊന്ന് അവന്റെ ആചരണം. ഈ രണ്ട് കാര്യങ്ങൾ. ഈ രണ്ട് ഹേതുക്കളെയും സ്വീകരിച്ചുകൊണ്ട് അസ്ഥി വസ്തുത്വവാദിന, ഇതൊക്കെ ഉള്ളതാണ് എന്ന് ധരിക്കുന്നവൻ, അങ്ങനെ ധരിക്കുന്നവരുണ്ട്. തത്വജ്ഞനെ സംബന്ധിച്ചിടത്തോളം അറിയാം ഇത്
സ്വപ്നമാണ്, പ്രാതിഭാസികമാണ്. പക്ഷെ അവരുടെ ആചരണം പോലും അവരുടെ അറിവിനനുസരിച്ചല്ല എന്നാണ് പറഞ്ഞു വരുന്നത്. അവരും ബാഹ്യമായി ആചരിക്കുമ്പോൾ അസ്ഥി വസ്തുത്വവാദിന, ഇതൊക്കെ സത്യമാണെന്ന് കരുതുന്നവൻ എങ്ങനെയാണ്, അവനനുസരിച്ചാണ് ഉപദേശിക്കുന്നതും പ്രവർത്തിക്കുന്നതുമെല്ലാം. അതിനുണ്ട് ലോകസംഗ്രഹ പ്രവൃത്തി എന്ന് പറയുന്നു. തത്വജ്ഞന്റെ അനുഭവം അനുസരിച്ചാണെങ്കിൽ ഇവിടെ ഒന്നും പ്രവർത്തിക്കാനില്ല. സ്വപ്നത്തിൽ എന്താണ് ലോകസംഗ്രഹ പ്രവൃത്തി? കൽപ്പിതമായ ലോകത്തിൽ സംഗ്രഹമോ നിഗ്രഹമോ അതിനൊന്നും പ്രത്യേകിച്ച് വിശേഷതയില്ല. അത് അവരുടെ അനുഭവം. പക്ഷെ അവർ കാണുന്നത് ആരാണ്? അസ്ഥി വസ്തുത്വവാദികളാണ്. ഇതെല്ലാം സത്യമാണെന്ന് കരുതുന്നവരാണ്. അങ്ങനെ രണ്ട് തലം. അവർക്ക് വേണ്ടി അസ്ഥി വസ്തുത്വവാദിനാം അസ്ഥി വസ്തുഭാവ ഇത്യവും വദനശീലാന, ഇങ്ങനെ പറയുന്നത് ഇതൊക്കെ ഉള്ളതാണ് എന്നുവെച്ചാൽ ഇതൊക്കെ ഉള്ളതാണെന്ന് അനുഭവിക്കുന്നവർ. അതായത് തത്വജ്ഞനെ സംബന്ധിച്ചിടത്തോളം എന്താണ്? ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് സുഖദുഃഖേ സമേ, സുഖദുഃഖങ്ങൾ സമമാണ്. പക്ഷേ ഈ അസ്ഥി വസ്തുത്വവാദികളെന്ന് പറയുന്നവരോ അവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. സുഖം വേറെ, ദുഃഖം വേറെ. അവർ സുഖത്തെ സുഖമായും ദുഃഖത്തെ ദുഃഖമായും കാണുന്നു. അപ്പോൾ ഈ തത്വജ്ഞൻ തന്റെ നിലയിൽ നിന്ന് തത്വജ്ഞന് പിന്നെ പ്രവർത്തിക്കാനൊന്നുമില്ല. ഇപ്പോൾ ലോകസംഗ്രഹാർത്ഥമായ പ്രവൃത്തി എന്ന് പറയുമ്പോൾ സുഖത്തെ സുഖമായും ദുഃഖത്തെ ദുഃഖമായും കാണുന്നവന് വേണ്ടി, അനുഭവിക്കുന്നവന് വേണ്ടിയിട്ടാണ്. അവന്റെ നിലയിൽ അവന് വേണ്ടി പ്രവർത്തിക്കുന്നു. ദൃഢാഗ്രഹവത, അവൻ ഈ പ്രപഞ്ചത്തെ സംബന്ധിച്ച് ദൃഢമായ സങ്കല്പങ്ങളുണ്ട്. ആഗ്രഹം എന്ന് വെച്ച സങ്കല്പം. അവൻ ഇതിനെയൊക്കെ സത്യമായി കാണുന്നു, സത്യമായി കണ്ടുകൊണ്ട് ജീവിക്കുന്നു. അവന്റെ സംഗ്രഹത്തിന് വേണ്ടി തത്വജ്ഞൻ പ്രവർത്തിക്കുന്നു. തന്റെ അറിവിനനുസരിച്ചിട്ടല്ല. തന്റെ അറിവിനനുസരിച്ചാണെങ്കിൽ പിന്നെ അവിടെ പ്രവൃത്തിയില്ല. പക്ഷെ അജ്ഞന്റെ അറിവിനനുസരിച്ച് പ്രവർത്തിക്കുന്നു എന്നർത്ഥം. ആണ് പറയുന്നത് ഇത്യവും വദനശീലാനാം ദൃഢാഗ്രഹവതാം. അവർക്ക് വേണ്ടി ശാസ്ത്രങ്ങൾ ഉണ്ടാക്കി, തനിക്ക് വേണ്ടിയുള്ള ശാസ്ത്രങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നു. അവർക്ക് വേണ്ടി ശാസ്ത്രം ഉണ്ടാകുമ്പോൾ അവരുടെ അറിവിനനുസരിച്ച് അവർ ഈശ്വരനെ കുറിച്ച് പറയുന്നു, ഈശ്വരന്റെ സൃഷ്ടിയായ ജഗത്തിനെ കുറിച്ച് പറയുന്നു. വാസ്തവത്തിൽ അവരെ സംബന്ധിച്ച് ജീവ ഈശ്വര ഭേദം നശിച്ചിരിക്കുകയാണ്. പക്ഷേ ജനത്തിനെ ബോധിപ്പിക്കുമ്പോൾ എന്ത് പറയുന്നു? ജീവ ഈശ്വര ഭേദത്തെക്കുറിച്ച് പറയുന്നു. ഈശ്വരൻ വേറെയാണ്, ഈശ്വരനെ ആരാധിക്കണം, പൂജിക്കണം എന്നെല്ലാം പറയും. ശ്രദ്ധാനാനാം, അവർക്ക് ശ്രദ്ധയുള്ളവരാണ്. മഹാത്മാക്കൾ എന്ത് പറയുന്നു എന്നവർ ശ്രദ്ധിക്കുന്നു. അങ്ങനെയുള്ളവർക്ക് വേണ്ടി പറയും. ശ്രദ്ധിക്കാത്തവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. മന്ദവിവേകിന, ആ മഹാത്മാവിന്റെ മനസ്സിനെ മനസ്സിലാക്കാൻ കഴിയാത്തവർ, അതാണ് മന്ദവിവേകികൾ, മൂഢബുദ്ധികൾ. അവരോട് അവരുടെ നിലയ്ക്ക് അനുസരിച്ച് പറയുന്നു. അർത്ഥോപായത്വേന, അവർക്കും അർത്ഥം, പരമാർത്ഥം, പുരുഷാർത്ഥം എന്നർത്ഥം. ആ പുരുഷാർത്ഥത്തിന്റെ ഉപായത്തിന് വേണ്ടി, ഉപായം എന്നുള്ള നിലയ്ക്ക് പുരുഷാർത്ഥം അവർക്കും വേണം. പുരുഷാർത്ഥത്തെ പ്രാപിച്ച ആളാണ് ഞാൻ. മറ്റുള്ളവർ അജ്ഞന്മാരാണ്, പ്രപഞ്ച സത്യബോധമുള്ളവരാണ്. അതേസമയം
മഹാത്മാക്കൾക്ക് ചെവി കൊടുക്കുന്നവരാണ്. അവർക്കും പുരുഷാർത്ഥം ആവശ്യമുണ്ട്. അതുകൊണ്ട് ആ പരമപുരുഷാർത്ഥമാകുന്ന ഉപായത്തിനു വേണ്ടി സാ ദേശിത ജാതി, അവർക്ക് വേണ്ടി ആ സൃഷ്ടി തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച്, ധർമ്മത്തെക്കുറിച്ച്, ആചരണത്തെക്കുറിച്ച് എല്ലാം ഉപദേശിച്ചിരിക്കുന്നു. അതാണ് അദ്വൈതം എന്ന് പറയുന്ന ആ ശാസ്ത്രത്തിൽ തന്നെ ഈ സത്യത്തെ അംഗീകരിച്ചുകൊണ്ടുള്ള ഉപദേശങ്ങളും ഇതെല്ലാം പാടി നിരാകരിച്ചുകൊണ്ടുള്ള ഉപദേശങ്ങളും രണ്ടുമുണ്ട് എന്നാണ്. രണ്ടിനും സാങ്കത്യമുണ്ട്. താം ഗൃഹ്ണന്തു താവത്, അതിനെ ആ തരത്തിലുള്ളവർ അതിനെ സ്വീകരിക്കുക എന്നാണ്. സാധാരണ നമ്മൾ പറയുന്നത് തന്നെയാണ്. എന്താണ്? ശ്രദ്ധാലുവായ ഒരു ജിജ്ഞാസുവിന്റെ നിലയനുസരിച്ച് ആചാര്യന്മാർ ഉപദേശിക്കുന്നു. പ്രപഞ്ചം സത്യമാണ് എന്ന് ആണ് അവന് ദൃഢമായ ബോധമെങ്കിൽ അത് സത്യമാണെന്ന് അംഗീകരിച്ചുകൊണ്ട് അവൻ ഉപദേശിക്കും. ക്രമികമായ ഉപദേശങ്ങളെന്ന് പറയുന്നു. നിന്ന നിലയിൽ നിന്ന് അവനെ ഉയർത്തിക്കൊണ്ടുപോകുന്ന ഉപദേശങ്ങൾ, അതൊക്കെ നമുക്ക് സാധാരണ അറിയാവുന്ന കാര്യമാണ്. പക്ഷെ അത് നമ്മൾ ധരിക്കുന്നത് പോലെ അദ്വൈതിക്ക് അറിയാൻ വയ്യാത്ത കാര്യമാണ്. അല്ലെങ്കിൽ ശങ്കരാചാര്യർക്ക് അറിയാൻ വയ്യാത്ത കാര്യമല്ല. ചിലർ പറയാറുണ്ടല്ലോ, ശങ്കരാചാര്യർക്ക് അറിയാൻ വയ്യാത്ത കാര്യം എനിക്കറിയാം. അതല്ല ഇവിടെ പറയുന്നത്. ഈ പറയുന്ന ഇത് സ്വപ്നമാണെന്ന് പറയുന്ന ആചാര്യനും അറിയാം ഈ ലോകം ഇതിനെ സത്യമായിട്ടാണ് ഗ്രഹിക്കുന്നത്. അപ്പോൾ അവന് വേണ്ടിയിട്ട് ഇത് സത്യമാണെന്ന് കരുതിക്കൊണ്ട് തന്നെ ശാസ്ത്രങ്ങളും ഉപദേശങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം നിർദ്ദേശിച്ചിരിക്കുന്നു. ആർക്കെങ്കിലും ഈ പറയുന്നത് അതുപോലെ ഗ്രഹിക്കാൻ പറ്റുമെങ്കിൽ അവനും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇതും പറഞ്ഞു, ഇത് സ്വപ്നമാണ്. അതുകൊണ്ട് ആ പറയുന്ന ഉപദേശം തനിക്ക് ബോധ്യപ്പെടുന്നില്ല, അതുകൊണ്ട് അത് അസംബന്ധമാണ്. ശങ്കരാചാര്യൻ പറഞ്ഞ അസംബന്ധമാണ്, വേറെ ആചാര്യൻ പറയുന്നത് ശരിയാണ്. ഇങ്ങനെ പറയുന്നതാണ് അബദ്ധം. അങ്ങനെയുള്ള ആചാര്യന്മാർ ഇതെല്ലാം കണ്ടുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്. തേഹി ശ്രോത്രിയാഹ സ്ഥൂലബുദ്ധിത്വാ അജാദേഹി അജാതി വസ്തുനഃ സദാ ത്രസ്യന്തി ആത്മനാശം മന്യമാന അവിവേകനീത്യർത്ഥ. പറയുന്നത് തേഹി ശ്രോത്രിയാഹ, വേദം പഠിച്ചവനായാലും ശരി, വേദം പഠിച്ചവൻ തന്നെ എന്താണ് കർമ്മകാണ്ഡത്തിൽ മുഴുകി കഴിയുക. അത് ലോകോപകാരാർത്ഥം എന്നൊന്നും പറഞ്ഞാൽ ശരിയാവും. മഹാത്മാക്കൾ ചെയ്യുന്നത് അങ്ങനെയാണ്, ലോകസംഗ്രഹാർത്ഥമാണ്. അജ്ഞൻ ചെയ്യുന്നത് അതല്ല, അവന്റെ അജ്ഞത കൊണ്ട് ചെയ്തു പോകുന്നതാണ്, അവൻ അവശനായി ചെയ്തു പോകുന്നതാണ്. അതൊന്നും ലോകോപകാരാർത്ഥമല്ല. അവന് ചെയ്യാതിരിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ചെയ്തു പോകുന്നു. കർമ്മബന്ധനത്തിൽ നിന്നും മോചിച്ചിട്ടല്ല അവൻ ചെയ്യുന്നു. അത് മഹാത്മാക്കൾക്ക് മാത്രമേ അത് പറ്റൂ. കർമ്മബന്ധനത്തിൽ നിന്ന് മുക്തരായി കർമ്മം ചെയ്യും. മറ്റുള്ളവൻ പഠിപ്പുള്ളവനാണെങ്കിലും പറയുന്നു ശ്രോത്രിയാഹ സ്ഥൂല ബുദ്ധിത്വം, അവൻ സ്ഥൂല ബുദ്ധിയാണ്. അവനൊക്കെ സത്യമായി തന്നെ ഗ്രഹിക്കുന്നു. അജാദേഹേ അജാതി വസ്തുനഃ സദാ ത്രസ്യന്തി, അവൻ ഈ പറയുന്ന പരമാർത്ഥ തത്വത്തെ ഭയപ്പെടുന്നു. എന്തുകൊണ്ട്? അവൻ കരുതുന്നു ഇവിടെ പലതും തനിക്ക് നഷ്ടപ്പെട്ടു പോകും. ഈ പറയുന്ന വലിയ തത്വത്തെ പറഞ്ഞു കഴിഞ്ഞാൽ, അതിനെ ഉപദേശിച്ചു കഴിഞ്ഞാൽ തനിക്ക് പല നഷ്ടങ്ങളും വരും എന്നവൻ കരുതുന്നു. ഇത് നമ്മളുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തി പറയാവുന്ന കാര്യമാണ്. സമയമില്ലാത്തതുകൊണ്ടും അത് പല അപകടങ്ങളുള്ളതുകൊണ്ടും ഞാൻ അങ്ങോട്ട് കിടക്കുന്നില്ല. ആത്മനാശം മന്യമാനാഹ, സ്വന്തം നാശത്തെ അവൻ കരുതുന്നു. പരമാർത്ഥത്തെ ബോധിച്ചു കഴിഞ്ഞാൽ തനിക്ക് നാശം വരുമെന്ന് പറഞ്ഞാൽ തന്റെ പലതും നഷ്ടപ്പെടുമെന്ന് കരുതുന്നു. അവിവേകിനഹ, അവിവേകികൾ എന്നർത്ഥം. ഉപായസ്വ അവതാരായ ഇത്യുക്തം, ഇക്കാര്യം മുമ്പും പറഞ്ഞിട്ടുണ്ട്.
ആ പരമാർത്ഥ തത്വത്തെ ബോധിപ്പിക്കുന്നതിന് ഒരുവൻ എവിടെ നിൽക്കുന്നോ അവന്റെ നിലയിൽ നിന്ന് മനസ്സിലാക്കത്തക്ക രീതിയിൽ ആചാര്യന്മാർ ഉപദേശിക്കുമ്പോൾ ഇത് സത്യമാണെന്നും പറയും ചിലർ. അങ്ങനെ പറയുന്നതുകൊണ്ട് ദോഷമൊന്നുമില്ല. ഇത് സത്യമാണെന്ന് പറയുന്നതുകൊണ്ട് ഒരുത്തന് മുന്നോട്ട് പോകാൻ കഴിയുമെങ്കിൽ അങ്ങനെ പറയുന്നതിന് എന്താ ദോഷം? അതുകൊണ്ട് സൃഷ്ടി ഉണ്ടെന്നും പറയും. പക്ഷെ ഇവിടെ ഇപ്പോൾ പറയുന്നത്, ആചാര്യൻ പറയുന്നത് എന്താണ്? ഇത് പരമാർത്ഥമാണ് പറയുന്നത്. ഈ പരമാർത്ഥത്തെ ഭയക്കുന്നവർക്ക് വേണ്ടിയുള്ളതല്ല, അവർക്ക് വേണ്ടി വേറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതാണ് ജന്മാദ്യസ്യ യതഃ ശാസ്ത്രയോനിത്വാ എന്നെല്ലാം പറഞ്ഞ് അവിടെ സമർത്ഥിച്ചത്. എന്ന് പറഞ്ഞ് രണ്ട് നിലയെയും ഇവിടെ സമന്വയിപ്പിച്ചിരിക്കുകയാണ്. ഒന്ന് പാരമാർത്ഥികമായ നില, പാരമാർത്ഥികമായ ദൃഷ്ടി, പരമാർത്ഥമായ തത്വജ്ഞാനം. മറ്റൊന്ന് നമ്മുടെ എല്ലാ അനുഭവം. ഇത് രണ്ടും പരസ്പര വിരോധമുള്ള കാര്യങ്ങളല്ല. ഇത് ഒന്നിൽ നിന്ന് അടുത്ത നിലയിലേക്ക് കടക്കേണ്ടതാണ് എന്ന് പറയും. ഉപലംഭാത് സമാചാരാത് അസ്തി വസ്തുത്വവാദിനാം ജാതിസ്തു ദേശിതാ ബുദ്ധൈ അജാതേത്ര സദാം സദാ. ശാന്തി ശാന്തി ശാന്തി.